പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്കു സൗഖ്യമായി. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്കു സൗഖ്യമായി. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദൈവത്തെ ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിടും. ദൈവത്തെ ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. യാചിപ്പീനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. യാചിപ്പീനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. മുട്ടുവീൻ തുറക്കും, സ്വർഗത്തിൽ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്കു സൗഖ്യമായി. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്കു സൗഖ്യമായി. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. എരിവിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിവിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീരല്ല, യേശുവിൻ കരങ്ങളില. വീഴുന്നതോ തീരല്ല, യേശുവിൻ കരങ്ങളില. അവൻ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദ്യം എന്റെ നന്മയ്ക്കായി അറിയുന്നു. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. അവൻ ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടോ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടോ. അവൻ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്.
ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ. ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടത്തുന്നത് യേശുവത്രേ. ഞാൻ അവൻ കരങ്ങളിലാ നടത്തുന്നത് യേശുവത്രേ. ഞാൻ അവൻ കരങ്ങളിലാ. അവൻ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ. അവൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ. അവൻ എന്തിനെന്ന് ചോദിക്കില്ല बचाया है शैतान की चाल से. यीशु ने हमें छुड़ाया है पाप के जाल से. यीशु ने हमें बचाया है शैतान की चाल से. तो गाओ हालेलुया, तो गाओ हालेलुया, तो गाओ हालेलुया, तो गाओ हालेलुया, तो गाओ हालेलुया.
നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുക. Thank God for blessed time. നമ്മൾ ദൈവത്തെ ആരാധിപ്പാൻ ഈ പകൽ ദൈവസന്നിധിയിൽ വന്നിരിക്കുക. And we came this morning to worship our God. ആമേൻ, സ്തോത്രം. Amen. എത്ര പേര് വന്നു എന്നല്ല ദൈവം നോക്കുന്നത്. It's not what God counts how many people came here, ദൈവത്തെ ആരാധിക്കുന്ന എത്ര പേരുണ്ട്. but God looks at how many people are worshiping God. ദൈവത്തെ സ്നേഹിക്കുന്ന എത്ര പേര്. How many people are loving God. ഹല്ലേലൂയ. അതാ ദൈവം നമ്മെ കുറിച്ച് ശ്രദ്ധിക്കുന്നത്. That's what God, when God looks at us, that's what He ഈ പകൽ നാം searches. ദൈവത്തെ ആരാധിപ്പാനാണ് വന്നത്. And we came this morning to worship our God. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആരും മൗനമായിരിക്കരുത്. No one should be silent. കർത്താവിൽ നിന്ന് നമ്മളോട് സംസാരിപ്പാനുണ്ട്. And God has to speak to us today. ഹല്ലേലൂയ, സ്തോത്രം. Hallelujah. കർത്താവിന് എന്നോട് സംസാരിക്കാനുണ്ട്. God has something to speak to me today. ആമേൻ, സ്തോത്രം. അത് വളരെ ശ്രദ്ധയോടെ നാം കേൾക്കണം. And we have to listen very carefully. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കും. God will bless us. ഹല്ലേലൂയ, Hallelujah. സ്തോത്രം. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആമേൻ, സ്തോത്രം. Amen. Hallelujah. കുരുടനു കാഴ്ചയും ചികിടനു കേൾവിയും ഉരോടനും ഉടന്തരും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചികിടനു കേൾവിയും ഉമരും ഉടന്തരും കുതിച്ചുയരും. ഉണ്മയമാം ശരീരം യാവിട്ടൂവി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുന്നേ. വെണ്മയമാം ശരീരം ആവിട്ടൂവി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുന്നേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണൂ. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ സ്വർഗീയ ശില്പിയെ നേരിൽ കാണൂ. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ ഉണ്മയമാം ശരീരം ആവിണ്ടോവി നൽകുമ്പോ എന്നെല്ലാം മാറിയിടുമേ. ഉണ്മയമാം ശരീരം ആവിണ്ടോവി നൽകുമ്പോ എന്നെല്ലാം മാറിയിടുമേ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാവിന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിലോ തേജസ്സേറും നാവിന്റെ പൊന്മുഖം ഞാൻ കാണും. ഉണ്മയമാം ശരീരം ആവിൻകൂടി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. ഉണ്മയമാം ശരീരം ആവിൻകൂടി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. ഉണ്മയമാം ശരീരം ആവിൻകൂടി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. നമ്മുടെ ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ആ ദൈവത്തെയാണ് ഈ പകൽ നമ്മൾ ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ Oh Lord, stay the love of
A lamp to roast in each and the light to see. Are the Lord the light to the nation? Pravala baladana jale yaraga dal kadaga jale duri yaragas. Adavi tarukeli nidayil. Oru naragame navano. Adavi tarukeli nidayil. Oru naragame navano. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ ഒരു യാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിയിടുന്നു, നന്ദിയോടെ ഞാൻ പാടിയിടുന്നു. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ ഒരു യാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിയിടുന്നു, നന്ദിയോടെ ഞാൻ പാടിയിടുന്നു. വന്യനീർ പുഷ്പം ശാരോണിനാളിൽ പുഷ്പം ശാരോണിനാവിൽ താമരയുണിതാമരയിൽ വിശുദ്ധരില്ലാതി വിശുദ്ധനാവൻ. വിശുദ്ധരില്ലാതി വിശുദ്ധനാവൻ. നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. വാഴ്ത്തുമേ എന്റെ പ്രിയനേ ജീവകാലമെല്ലാം ഈ ഒരു യാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. പകർന്ന തൈലം പോൽ ജീവ
നമ്മളിൽ ബലഹീനതകൾ We have shortcomings. ആവേശോത്രം നമ്മൾ യേശുവിന്റെ നാമത്തിൽ അവന്റെ രക്തത്തിൽ കർത്ത ശുദ്ധീകരണം പ്രാപിക്കണം. And we should be cleansed in the precious blood of Jesus ശുദ്ധീകരണത്തോടെ Christ. അല്ലാതെ ദൈവത്തോട് ആർക്കും അടുക്കാൻ കഴിയത്തില്ല. No one should be able to come near the presence of God without cleansing. എങ്ങനെയുള്ള ആരാധനയും ദൈവം പ്രസാദിക്കത്തില്ല. How God will not be pleased in any kind of worship, ഹല്ലേലൂയ. വിശുദ്ധിയോടെ but with holiness. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോട് അടുക്കണം. And we should come close to God. യേശുവിന്റെ രക്തത്താൽ അല്ലാതെ Without the blood of Jesus അവൻ Christ, നമുക്കൊരു ശുദ്ധീകരണമില്ല. there is no cleansing for us. ഈ പകൽക്കാലം ശുദ്ധീകരണത്തോടെ This morning with cleansing, നമ്മൾ ഈ ആരാധിക്കുമ്പോഴും When നമ്മൾ we- പറയേണ്ട ഒരു കാര്യമുണ്ട്. when we worship Him, we should say one thing: അവൻ നിന്നോട് അടുത്ത് വരാൻ എനിക്ക് യോഗ്യതയില്ല. God, I'm not eligible to come to your presence. കർത്താവേ, എന്നെ യോഗ്യതയുള്ളവളാക്കണമേ. God, make me eligible to come to your കർത്താവേ, എന്നെ presence. സഹായിക്കണമേ. God, help me. കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണമേ. God, cleanse me. നിങ്ങളുടെ ഹൃദയം അങ്ങനെയായിരിക്കണം. Let your heart be in such നിന്റെ a അടുക്കൽ condition. വരാനുള്ള യോഗ്യത എനിക്കില്ല. God, I have no eligibility ദൈവമേ, to ഞാൻ come to the തിരുസന്നിധിയോട് presence, അടുത്ത് വരികയാണ്. but I'm coming to your ദൈവമേ, presence. എന്നെ ഇന്ന് രാവിലെ ഒന്ന് ശുദ്ധീകരിക്കണമേ. God, cleanse me this എന്നെ morning. കഴുകണമേ God, കർത്താവേ. cleanse me this എന്നെ morning. കഴുകണമേ കർത്താവേ. God, cleanse me, O ഓ Lord ദീവലവ Jesus. ശബ്ദല ജഗൽഘടക ജനദിയാല അതുരാ ലഗദൽക്കമനം ബലവയാല ഘടക ജന തുലാ ജഗൽഘടക ജന യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് Oh, Jesus, hallelujah. ഓ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശ്വരൻ സ്വർഗീയ സൈന്യങ്ങൾ ആട്ടിസ്തുതിക്കുന്ന സർലോകനാഥനാമശിഹാ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശ്വരൻ സ്വർഗീയ സൈന്യങ്ങൾ ആട്ടിസ്തുതിക്കുന്ന സുലോകനാഥനാമശിഹാ ഹല്ലേലൂയ ഹല്ലേലൂയ ചേർന്നുറക്കെ കൈകളെ ഉയർത്തി പരിശുദ്ധ പിതാവേ, നല്ല പകൽ സമയത്തിന് ആയുസ്സും അങ്ങേ ആരാധിപ്പാൻ സ്വർഗ്ഗം ഞങ്ങൾക്കെന്ന കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ദൈവസന്നിധി ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആരാധനയും സ്തുതിയും ദൈവത്തിന് പ്രസാദമാക്കണം. അത് ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. ദൈവം ഞങ്ങളെ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. 68-ാം സങ്കീർത്തനം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായിട്ട് വായിക്കും. Psalm 68. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകും, അവനെ പകയ്ക്കുന്നവര് അവന്റെ മുൻപിൽ ഓടിപ്പോകും. പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു.
തീങ്കൽ മെഴുകു ഉരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും. അതെ, അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. ദൈവത്തിന് പാടുവിൻ, അവരുടെ നാമത്തിന് സ്തുതി പാടുവിൻ. മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നതിന് വഴിനിരുത്തുവിൻ. യാഹ് എന്നാകുന്നു അവന്റെ നാമം, അവന്റെ മുമ്പിൽ ഉല്ലസിപ്പീൻ. ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവുമാർക്ക് ന്യായപാലകനും ആകുന്നു. ദൈവം ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. ദൈവമേ, നീ നിന്റെ ജനത്തിന് മുൻപായി പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടെ നടകൊണ്ടപ്പോൾ ഭൂമി കുലുങ്ങി, ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു. ഈ സീനായി ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി. ദൈവമേ, നീ ധാരാളം മഴ പെയ്യിച്ചു. ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു. നിന്റെ കൂട്ടം അതിൽ പാർത്തു. ദൈവമേ, നിന്റെ ദയയാൽ നീ അത് എളിയവർക്ക് വേണ്ടി ഒരു. കർത്താവ് ആജ്ഞ കൊടുക്കുന്നു, സുവാർത്ത ദൂതികൾ വലിയൊരു ഗണമാകും. സൈന്യങ്ങളുടെ രാജാക്കന്മാർ ഓടുന്നു. വീട്ടിൽ പാർക്കുന്നവർ കവർച്ച പങ്കിടുന്നു. നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളി കൊണ്ടും അതിന്റെ തൂവലുകൾ പൊന്നുകൊണ്ടും പൊരിഞ്ഞിരിക്കുന്നത് പോലെ ആകും. സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സൽമോനിൽ ഹിമം പെയ്യുകയായിരുന്നു. ബാശാൻ പർവ്വതം ദൈവത്തിന്റെ പർവ്വതമാകും. ബാശാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകും. കൊടുമുടികളേറിയ പർവ്വതങ്ങളെ, ദൈവം വസിപ്പാൻ ഇച്ഛിച്ചിരിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർദ്ധിച്ചു നോക്കുന്നത് എന്ത്? യഹോവ അതിൽ എന്നേക്കും വസിക്കും. അടുത്ത വാക്ക് നമുക്ക് ചേർന്ന് വായിക്കാം. ദൈവത്തിന്റെ രഥങ്ങൾ ആയിരവും കോടിയുമാകുന്നു. കർത്താവ് അവരുടെ ഇടയിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. കൈകളുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. അല്ലേ ദൈവസന്നിധിയിൽ ഇരിക്കാം. വാക്യമാണ് പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. ദൈവം എഴുന്നേൽക്കുന്നു, ചിതറിപ്പോകുന്നു. അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. മതി. ദൈവം എഴുന്നേൽക്കുന്നു. സ്തോത്രം. ദൈവം എഴുന്നേൽക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെയും അവൻ്റെ സാന്നിധ്യത്തെയും സൂചിപ്പിക്കുകയാണ്. സ്തോത്രം. ദൈവം എഴുന്നേൽക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ വൃത്തിയാണ് മനസ്സിലാക്കണം. ഇന്ന് നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയും നമ്മുടെ സകല മേഖലകൾക്ക് വേണ്ടിയും ഇന്ന് ദൈവം എഴുന്നേറ്റാൽ, അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞാൽ ഇന്ന് വരെ നമ്മൾ കാണാത്ത ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഹല്ലേലൂയ, ആമേൻ. ഈ സങ്കീർത്തനത്തിൻ്റെ പ്രധാന സന്ദേശം എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ജനത്തിനിടയിൽ സജീവമായി ഉണ്ട് എന്നുള്ളതാണ്. ദൈവം എന്നോടുകൂടെ ഉണ്ട്. യേശു ക്രിസ്തു ഇമ്മാനുവേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നാണ്. അവൻ എപ്പോഴും നമ്മോട് കൂടെ ഉണ്ട്. സ്തോത്രം. എത്ര പേർക്കെന്നറിയാം ദൈവം എൻ്റെ കൂടെ ഉണ്ട്? എത്ര പേർക്ക് വിശ്വസിക്കുന്നു? ദൈവം നമ്മോട് കൂടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ട്. നമ്മെ പലപ്പോഴല്ല എപ്പോഴും പരിപാലിക്കുന്നതും ദൈവത്തിൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കുന്നതും ഒക്കെ നമ്മൾ ചിലപ്പോൾ അനുഭവിക്കാൻ കഴിയത്തില്ല. എല്ലാ നിമിഷവും ദൈവമാണ് നമ്മെ എന്ത് ചെയ്യുന്നത്? പരിപാലിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തിയും മഹത്വവും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും അവൻ്റെ മഹത്വവും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചറിയണം, അനുഭവിച്ചറിയണം. അത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ പദവിയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിൽ വായിക്കുന്നത്. ആമേൻ. സ്തോത്രം. അവിടെ ഇരിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 29. യേശു എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലേ കേൾക്കുക, ഇസ്രായേലേ കേൾക്കുക. നമ്മുടെ ദൈവമായ കർത്താവ്, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. അടുത്തത് നിന്റെ ദൈവമായ കർത്താവിനെ. നമ്മൾ നിന്റെ ദൈവമായ കർത്താവിന്. ഞാൻ ഇന്നലെ 4 മണിക്കാണ് വന്നത് കേട്ടോ. രാവിലെ ഞാൻ ഉണർന്ന്, കാരണം 1-2 മണിക്കൂർ വിശ്രമിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഉറങ്ങിക്കൊണ്ട് പ്രസംഗിക്കത്തില്ല, നിങ്ങൾ ഉറങ്ങിക്കൊണ്ട് കേൾക്കരുത്. ആമേൻ. സ്തോത്രം. ഞാൻ യാത്ര ചെയ്ത് കണ്ടിന്യൂ യാത്ര മാത്രമല്ല, ഞാൻ ഈ കേരളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ വിടത്തില്ല. അങ്ങനൊരു കുഴപ്പവും കൂടെ ഉണ്ട്. നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഇന്നലെ കല്യാണത്തിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഒളിച്ചോടിപ്പോരുന്നു. അത് കഴിഞ്ഞിട്ട് എത്രയോ ഫോൺ വന്നറിയും. കാരണം അവിടെ ഇരിക്കുന്ന 3/4 പേര് എന്നെ ദൈവകൃപയാൽ അറിയുന്നവരാണ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ചെന്നിടത്തെല്ലാം പ്രാർത്ഥനയില്ലാതെ അവർ വിടത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് വിശ്രമമില്ലാതാണ് ഈ യാത്ര ചെയ്യുന്നത്. ചെന്നിടത്തെല്ലാം ദൈവം വിടുതലിൽ നയിക്കും. ആമേൻ. അതുകൊണ്ട് ഉറങ്ങിക്കേൾക്കല്ല. ആമേൻ. നിങ്ങൾ ഉത്തരവാദിത്വത്തോടെ ദൈവവചനം കേൾക്കണം. ആമേൻ. സ്തോത്രം. അല്ലെ, ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന വാക്യാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും അവൻ്റെ മഹത്വവും, അവൻ ആരാണെന്നും അവൻ എൻ്റെ ആരാണെന്നും അവനിലുള്ള അവകാശങ്ങൾ എന്നിൽ എന്തെന്നും ഒക്കെ നാം അറിയണമെന്ന് ദൈവത്തിന് ഭയങ്കര ആഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഈ അറിഞ്ഞ് പിതാവ് ദൈവത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അവൻ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഇതാണ് ഈ ദൈവമക്കളെ നമ്മുടെ ഉത്തരവാദിത്വം. ഇതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. നമ്മൾ വേറെ പലതിനെയാണ് സ്നേഹിക്കുന്നത്, വേറെ പലതിനെയാണ് പിടിച്ചു വച്ചിരിക്കുന്നത്. അതൊക്കെ വിടണം. കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് ആകുന്നു. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. ഞാനതിനെ വിവരിക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ വെറും വാക്കുകൊണ്ട് അല്ല ദൈവത്തെ സ്നേഹിക്കേണ്ടത്, പിന്നെയോ നമ്മുടെ മുഴുവൻ വ്യക്തിത്വത്തോടെ ആമേൻ ജീവിതത്തിലൂടെയും ദൈവത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറഞ്ഞാൽ ഹൃദയം, മനസ്സ്, ശക്തി എല്ലാം അതിനകത്തുണ്ട്. ആമേൻ. സകലത്തോടും ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും മനസ്സോടും ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം. നമ്മളെല്ലാവരും വാക്കുകൊണ്ട് പറയുകയാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന്. അങ്ങനെയല്ല, നമ്മുടെ മുഴുവൻ വ്യക്തിത്വവും നമ്മുടെ ജീവിതം കൊണ്ടും ദൈവത്തെ നാം എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സ്നേഹത്തിലാണ് നമുക്ക് ത്യാഗം ചെയ്യാനിടയാകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ ചില പറയാറുണ്ട്, കൊച്ചുങ്ങളെ പോറ്റി വളർത്തണ്ടേ എന്ന് വിചാരിച്ച് മഴയിൽ നനഞ്ഞ് ചുമടം ചുമന്നു. ഇപ്പോഴത്തെ തലമുറയല്ല, കഴിഞ്ഞ തലമുറയിൽ നമ്മുടെ പിതാക്കന്മാർ സ്തോത്രം വണ്ടി ഞാൻ നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ ഉണ്ടായില്ലെങ്കിലും ഞാൻ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്. കൈവണ്ടി ചുമന്ന് സിമെൻറ്റുകൾ ചുമന്നുകൊണ്ട് പോകുന്നവരും, തലയിൽ സിമെൻറ്റുകൾ ചുമന്നു പോകുന്നവരും, ചുമട് ചുമക്കുന്നവരും, കഷ്ടപ്പെടുന്നവരും ഒത്തിരി പ്രയാസത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ളവർ ചോദിച്ചാൽ പറയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്താൻ വേണ്ടിയാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം നിമിത്തമാണ് ഇന്ന് പലരും സ്തോത്രം ജോലി ചെയ്യുന്നത്. കുടുംബത്തോടുള്ള ജീവിതം കൊണ്ടാണ് പലരും പലത് ത്യാഗങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹത്തിനും നമുക്ക് ചില ത്യാഗങ്ങളുണ്ട് ഈ ആരാധനയിൽ. ഇന്നലെ നിങ്ങളാരും ചർച്ചിൽ വരാൻ കഴിയാതെ ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. എങ്കിലും മഴയാണ്, ഭയങ്കര മഴയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളാരും വരണ്ട, വീട്ടിൽ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. സ്തോത്രം. അലയിലെ കാരണം മടിയത്തിന് വണ്ടി ഓടിച്ച് വന്ന് മഴ നനഞ്ഞ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് വിചാരിച്ചത്. കോവിഡ് വന്നതുകൊണ്ടുള്ള ഒരു ഗുണമാണ് ഈ സൂം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്നലത്തെ പ്രാർത്ഥന അങ്ങ് പലരും നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ. അങ്ങനെയെങ്കിലും ഒരു ഗുണം എന്തായി ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളടുത്ത് പറയാം. യേശു ക്രിസ്തുവിൻ്റെ വരവെന്ന് പറയുന്നത് ഞാൻ ഇന്നലെ കണ്ട ദൈവദാസന്മാർ സംസാരിച്ചവർ എല്ലാം പറഞ്ഞൊരു വാക്കുണ്ട്. കർത്താവിൻ്റെ വരവ് ഈ തലമുറയിലുണ്ടെന്നാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് വേഗം വരാൻ പോകുകയാണ്. അതിൻ്റെ സകല അടയാളങ്ങളും സകലതും ഭൂമിയിൽ നടന്നിരിക്കുകയാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇത് മനസ്സിലാക്കാത്തത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും സൂപ്പർ കമ്പ്യൂട്ടർ, സൂപ്പർ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, സൂപ്പർ കമ്പ്യൂട്ടർ ഓൾറെഡി എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അവനാണ് ഈ മൃഗമായി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഹല്ലേലൂയ. അതെല്ലാം റെഡി ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള സമയം വളരെ സൂക്ഷിച്ച് ജാഗ്രതയോടെ വചനം മനസ്സിലാക്കി ജീവിച്ചോണം. സ്തോത്രം. ദൈവത്തെ സ്തുതിച്ചോണം. സ്തോത്രം. അധികം കാര്യങ്ങളൊന്നും ഇനിയും കൂടുതൽ അങ്ങോട്ട് പോയി പറയാനൊന്നും ഇല്ല. അല്ലെങ്കിൽ യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. അതുകൊണ്ട് അശുദ്ധൻ തന്നെ അശുദ്ധീകരിക്കട്ടെ, നീതിമാൻ തന്നെ നീതീകരിക്കട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ. ഇതാണ് ഈ അവസാനം പറയാനുള്ള ഒറ്റ കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഇനിയും വിശുദ്ധിയോടെ നമുക്ക് ചില പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ജോലിയിൽ എന്തെങ്കിലും വിഷയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എതിർപ്പുകളോ
ആരെങ്കിലും നമുക്കെതിരെ നിന്ന് നിങ്ങളൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. അത് എന്തിനാന്ന് ചോദിച്ചാൽ അത് ദൈവത്തോട് നിന്നെ ഒന്നുകൂടെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. ദൈവത്തോട് നിന്നെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. ദൈവം സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു പ്രതികൂലം അവൻ ഈസി ആയിട്ട് പോവുക. കർത്താവ് സ്നേഹിക്കുന്നവർക്കെല്ലാം എന്തുകൊണ്ട് അവൻ അല്പം കഷ്ടവും പ്രയാസവും പ്രതികൂലവും ഒക്കെ ഉണ്ട്. അല്ലാത്തവർക്ക് ഒരു കുഴപ്പവും ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എത്രക്ക് ബോധ്യമുണ്ട്? കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിന്റെ ദൈവമായി കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോട്, ഹൃദയം എങ്ങനെ ആരാധിക്കേണ്ടത് ഞാൻ പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോട് എന്ന് പറഞ്ഞാൽ ഹൃദയം നമ്മുടെ മുഴുവൻ വ്യക്തിത്വത്തെയും കാണിക്കുക. ഒന്ന്. രണ്ടത് വികാരങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും കേന്ദ്രമാണ്. എന്ത് ഹൃദയം എന്ന് പറയുന്നത്? വികാരങ്ങളുടെയും ഇമോഷൻസ് ആൻഡ് ഡിസയർ. ആമേ സ്വത്ര ആഗ്രഹങ്ങളുടെയും വികാരങ്ങളുടെയും കേന്ദ്രമാണ് എന്ത് ഹൃദയം എന്ന് പറയുന്നത്. ദൈവത്തെ മറ്റ് എല്ലാ ആഗ്രഹങ്ങളുടെയും മുകളിൽ വേണം നീ സ്നേഹിക്കാൻ. ദൈവത്തെ സ്നേഹിക്കേണ്ടത് എല്ലാ ഇമോഷനേക്കാളും എല്ലാ ആഗ്രഹങ്ങളുടെയും മുകളിലായിരിക്കണം. എന്ത് ദൈവത്തോടുള്ള സ്നേഹം. അങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവവചനമായി പറയുന്നേ, ദൈവത്തിന്റെ വചനമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് വചനത്തിലില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്ന് ചില വിടുതൽ നടക്കാൻ പോകുക, ചില ബന്ധനങ്ങൾ അടിയാൻ പോവുകയാണ്, ചില കെട്ടുകൾ പൊട്ടാൻ പോവുകയാണ്, ചില രോഗികൾ സൗഖ്യമാകാൻ പോവുകയാണ്, ചില സ്വതന്ത്രം. ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണ്. ഇത് ദൈവം പറയുന്ന അതൊന്നും പോലും നമുക്കറിയത്തില്ല. പക്ഷെ ദൈവവചനം പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് സന്തോഷമില്ലാത്ത? എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ദൈവവചനത്തിൽ കൂടിയുള്ള ശുശ്രൂഷയാണ്. ഞാൻ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയത്തില്ല. അതൊക്കെ ഏറ്റെടുത്തത്. നിങ്ങളിപ്പോ ദൂത് കേട്ടിട്ട് എന്താ നടന്നേ? എത്ര പ്രവചനം കേട്ട് എന്തോ പ്രവചനം നടന്നേ? പക്ഷെ വചനത്തിൽ കൂടെ നിങ്ങൾ ക്രിയ നടന്നോ? വചനത്തിൽ കൂടെ വ്യത്യാസം ഉണ്ടായോ? വചനത്തിൽ കൂടെ മാറ്റം ഉണ്ടായോ? അവിടെ ദൈവത്തെ സ്തുതിക്കേണ്ട ലജ്ജയില്ല. ഹല്ലേലൂയ. അപ്പൊ എല്ലാറ്റിനും മീതെ സ്നേഹിക്കേണ്ടത്, അപ്പൊ എല്ലാ വികാരങ്ങളുടെയും എല്ലാ ആഗ്രഹങ്ങളുടെയും മേഖലയിൽ ആരെയാ സ്നേഹിക്കേണ്ടത്? അത് എങ്ങനെയാ സ്നേഹിക്കുന്നത്? അല്ല, എങ്ങനെയാ സ്നേഹിക്കുന്നത്? സ്നേഹത്തിന്റെ അടയാളം എന്താണ്? ഒരു പ്രവൃത്തിയുണ്ട്. സ്തോത്രം. എനിക്ക് ഇന്നലെ രാത്രിയിൽ എനിക്ക് അവിടെ താമസിച്ചിരുന്നെങ്കിൽ എനിക്ക് 100 കണക്കിന് മീറ്റിംഗ് അവിടെ എനിക്ക് ക്രമീകരിക്കാം. പക്ഷെ എനിക്ക് എൻ്റെ സഭയെ എന്നെ ഏൽപ്പിച്ച സഭ എൻ്റെ ഉറക്കത്തേക്കാൾ എൻ്റെ യാത്രയേക്കാൾ വളരെ ത്യാഗം സഹിച്ച് ഞാൻ ഈ യാത്രയിൽ വന്നത് എന്നെ ഏൽപ്പിച്ച എൻ്റെ ദൗത്യം എങ്ങനെങ്കിലും ആരെങ്കിലും നടത്തട്ടെ എന്നുള്ളതല്ല എൻ്റെ ഉത്തരവാദിത്തം. എന്നെ ഏൽപ്പിച്ച കാര്യം. നിങ്ങളുടെ വീട്ടിനെ നിങ്ങൾ ആരെങ്കിലും നടത്താൻ നിങ്ങൾ ഏൽപ്പിക്കോ? നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ നാട്ടിൽ വരെ പോവാണ്, ആരെങ്കിലും ഇതിനകത്ത് വീട്ടിലെ കാര്യം നോക്കിയോ? ഏൽപ്പിക്കോ? ഇതങ്ങനെ ഏൽപ്പിക്കേണ്ട കാര്യമല്ല. ഇത് ദൈവം ഏൽപ്പിക്കപ്പെട്ട കാര്യമാണ്. ആ ദൈവം ഏൽപ്പിക്കുന്നവരെ കൊണ്ട് ജയിപ്പിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ആ ദൗത്യം എന്നെ ഏൽപ്പിച്ച ആ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗം ചെയ്തു വന്നത്. അതെൻ്റെ കർത്താവ് എനിക്ക് ദൈവത്തോടുള്ള സ്നേഹമാണ്. അപ്പൊ എല്ലാറ്റിനേക്കാളും വരി സ്വതന്ത്രം. രണ്ടാമത് നോക്കിക്കേ, പൂർണ്ണ ആത്മാവോട് അതിനെ ശ്രദ്ധിച്ച് കേൾക്കണം. ആമേ സ്തോത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരിക ജീവിതത്തെയും ദൈവമായുള്ള ബന്ധത്തെയും കുറിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിനായി സമർപ്പിക്കണം. അതാ പൂർണ്ണ ആത്മാവോട്. ഒന്നുകൂടെ പറഞ്ഞാൽ ഈ ദാവീദ് പറയുന്നത് 103 സങ്കീർത്തനത്തിൽ 1 വാക്യത്തിൽ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ
ഓ മൈ സോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ആന്തരത്തിൽ സകലതും, എൻ്റെ ആത്മാവും ദേഹി അകത്തുള്ള എല്ലാം എൻ്റെ ദൈവത്തെ സ്നേഹിക്കണമെന്ന്, അവന്റെ ഉപകാരങ്ങളെ മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറക്കരുത്. എൻ്റെ ആന്തരികമായുള്ള എല്ലാം, പുറമേ മാത്രമല്ല അകത്ത് നിന്റെ ദേഹം, ദേഹി, ആത്മാവ്, പ്രാണൻ, ആത്മാവ്, ചിന്തകള്, വികാരങ്ങള്, ആഗ്രഹങ്ങള്, ജീവിതത്തിന്റെ ആകത്തുക മുഴുവനും എല്ലാറ്റിനേക്കാൾ അധികം ആരെ സ്നേഹിക്കണം? ദൈവത്തെ. അബ്രഹാമിനെ കുറിച്ച് എന്താ പറഞ്ഞത്? എൻ്റെ ദൈവത്തിന്റെ സ്നേഹിതൻ. ആരാണ്? അവൻ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞോട് പറയാണ്, നിന്റെ പ്രതിഭവനത്തെ, നിന്റെ ചാർച്ചക്കാരെ, നിന്റെ വീട്ടുകാരെ, നിന്റെ എല്ലാം നീ വിട്ട്, നീ ജനിച്ച സ്ഥലം വിട്ട് നീ എന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ വിശ്വസിച്ച് ദൈവത്തെ സ്നേഹിച്ച് പുറപ്പെട്ടു. ദൈവം അവന് കൊടുത്ത പേരെന്താണ്? എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഞാൻ എന്തെങ്കിലും മറച്ചു വെക്കുമോ? നമ്മൾ വേറെ പലതിനെയൊക്കെ സ്നേഹിച്ചാൽ ദൈവം നമ്മളോട് സംസാരിക്കത്തില്ല. ലോത്തിനെ, കുടുംബത്തെയും പാർക്കുന്ന സ്ഥലത്തിനെയും നശിപ്പിക്കുന്നതിനെ കുറിച്ച് ദൈവം ആലോചിച്ചപ്പോൾ ദൈവം പറഞ്ഞ വാക്കാണ്, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഞാൻ എന്തെങ്കിലും മറച്ചു വെക്കുമോ? സ്തോത്രം. ഇന്ന് രാത്രി, ഇന്ന് പകൽ ചിന്തിക്കണം, എന്താ നമ്മൾ ദൈവശബ്ദം കേൾക്കാത്തേ? എന്താ ദൈവാലോചന നമ്മൾ കേൾക്കാത്തേ? നമ്മൾ നമ്മുടെ സ്നേഹിതന്മാരോട് പറയുന്നത് പോലെ, നമ്മൾ വിശ്വാസമുള്ളവരോട് പറയുന്ന പോലെ വേറെ എല്ലാവരോടും നമ്മൾ പറയോ? നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവരോടെല്ലാം പറയോ, ഇത്ര രൂപ അവിടെ ഇരിപ്പുണ്ട്, അത് നീ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നത്. പൂട്ടി പരമാവധി 4 ചാവിയിട്ട് പൂട്ടിയിട്ട് അതിന് പുറത്തേക്കും കൂടെ പൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. സ്വത്രം. എന്താ കാര്യം? അവരോട് നമുക്ക് സ്നേഹമില്ല, അവരോട് നമുക്ക് വിശ്വാസമില്ല. അവരെ ഒരു ജോലിക്ക് വിളിച്ചിരിക്കുകയാണ്, അവർ ജോലി കഴിഞ്ഞ് പോവുകയാണ്. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള മക്കളുണ്ടെങ്കിലോ, മോനെ നോക്കിക്കോണേ, അതിനകത്ത് പൈസയൊക്കെ വെച്ചിരിക്കുക. സ്തോത്രം. ഇത്രയുള്ള ദൈവികമായ ബന്ധത്തിലും ഇത് തന്നെ കാര്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ത് ചെയ്യുക? അവൻ വിളിക്കപ്പെട്ടവർക്ക് അവൻ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്നാൽ നമുക്കോ അവന്റെ ആത്മാവിനാൽ ദൈവഹിതത്തെ അറിയാൻ ഉള്ള പദവിയുണ്ട്. ദൈവം എന്നാ ദൈവത്തെ ഒരു സൈഡിൽ വെച്ചിട്ട് അവൻ ജീവിതത്തിന്റെ ഒരു ഭാഗമായി വെള്ളിയാഴ്ച മാത്രം കണ്ട് പോകുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതല്ല ഇത്. സ്വത്രം. നമ്മൾ എന്താ ദൈവത്തെ കുറിച്ച് അറിഞ്ഞത്? നമ്മൾ ദൈവത്തിലുള്ള, എന്നെ കുറിച്ചുള്ള, നിങ്ങളെ കുറിച്ചുള്ള എന്തെല്ലാം കാര്യമാണ് നമ്മൾ അറിഞ്ഞത്? നമ്മൾ കേവലം ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് എന്താണ് എനിക്കുള്ള മറുപടി എന്നല്ല അറിയാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞപ്പോ എൻ്റെ മോള്, അപ്പൊ എൻ്റെ മിനിയുടെ ആഗ്രഹം എൻ്റെ കുഞ്ഞിന്റെ വിവാഹം എന്ന് നടക്കുമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ ഉണ്ടോ എന്നുള്ളതല്ലേ എന്നെ. ഉദാഹരണം പറയാണ്. നിങ്ങൾ ചിന്തിക്കുക ഓരോരുത്തരും, ഞാൻ എൻ്റെ കാര്യമല്ലേ പറഞ്ഞേ? അതിനേക്കാൾ അപ്പുറമായി ഇതേ ഉള്ളോ എൻ്റെ ദൈവത്തിന് എന്നോട് പറയാൻ? വീട് വെക്കുന്ന കാര്യവും മക്കളുടെ കല്യാണ കാര്യവും മക്കളുടെ വിടുതലും സാഹചര്യങ്ങളിൽ സംസാരിക്കുന്നവനാണ് എൻ്റെ ദൈവം. എടാ, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ എന്നെ കുറിച്ചുള്ള വലിയ ഒരു ദൈവിക നിർണയം, അതാണ് അറിയേണ്ടത്. അത് സംസാരിപ്പാൻ, എന്നോട് സംസാരിപ്പാൻ, നിങ്ങളോട് സംസാരിപ്പാൻ എൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ടെന്നേ. ശൗല് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് എന്തിനു വേണ്ടിയാ? കഴുതകളെ, അപ്പന്റെ കഴുതകളെ നോക്കിയാണ്. സ്വത്രം. അവനെ ദൈവത്തിന്റെ പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചിട്ട് ശമൂവേൽ പ്രവാചകൻ പറയും, നീ കഴുതയെ കുറിച്ചുള്ള വീട്, നിന്റെ കഴുതയൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട്, നിന്റെ അപ്പനിപ്പോ നിന്നെ കുറിച്ചുള്ള ചിന്തയാ,
പക്ഷേ അതിനുപരിയായി നിന്റെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു വിചാരമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഈ രാത്രി ഈ പകൽ എത്ര പേർക്ക് അങ്ങനെ ബുദ്ധി തുറക്കുന്നു? ദൈവമേ, എന്നെ കുറിച്ചുള്ള ദൗത്യത്തിൽ നിന്ന് ഞാൻ പുറത്തുപോയോ? നിന്റെ ശബ്ദം കേൾക്കാൻ എനിക്ക് കഴിഞ്ഞോ? നിന്റെ ഹിതം ചെയ്യാൻ നമ്മൾ ഈ മരിച്ച് മരണം വരെ ഉള്ളല്ലോ ഭൂമിയിൽ. അതിലപ്പുറം ഇവിടെ വന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതിന് ഈ മരണം കഴിഞ്ഞാലുള്ള കാര്യം പിന്നെ നമ്മുടെ കയ്യിലല്ലല്ലോ. ഇനി ആരോഗ്യവും ബലവും ഒക്കെ ഉള്ള സമയം. ഞാൻ ഇന്നലെ ആരാണ്ടൊരു വിഷയം ചെയ്യുന്നത് ഈ ബ്രെയിൻ കൊണ്ട് എന്തെല്ലാം കാര്യം. ഇപ്പം ഈ ബ്രെയിൻ കൊണ്ടാണ് നമ്മുടെ അബ്ദുൽ കലാം എന്തോ സൃഷ്ടിച്ചത്, അഗ്നി എന്നുള്ള മിസൈൽ സൃഷ്ടിച്ചത്. പക്ഷെ ആ ബ്രെയിന് ശവക്കല്ലറെ പോയില്ലേ? നമ്മുടെ ബുദ്ധിയും ജ്ഞാനവും കഴിവും സകലതും ഇവിടെ കൊണ്ട് ഇനി എത്ര വലിയ ചിന്തകന്മാരും ബ്രെയിൻ, എത്ര വലിയ ബ്രെയിനാന്ന് പറഞ്ഞാലും ഇവിടുത്തെ സകല ശാസ്ത്രജ്ഞന്മാരും സകല ജ്ഞാനികളും മണ്ണിൽ വിശ്രമിക്കുകയാണ്. പക്ഷേ സകലത്തിൻ്റെയും ഉറവിടമായ സർവജ്ഞാനിയായ ദൈവം അവന്റെ ജ്ഞാനത്തിങ്കൽ എഴുതി വെച്ചത്, ആമേൻ സ്തോത്രം, അവന്റെ മുൻജ്ഞാനത്തിൽ എന്നെ തിരഞ്ഞെടുത്തത്, ഞാൻ ഈ ലോകത്തുരുവാകുന്നതിന് മുൻപേ, ലോകസ്ഥാപനത്തിന് മുൻപേ അവന്റെ മുന്നറിവിൻ ജ്ഞാനത്തിൽ എന്നെ തിരഞ്ഞെടുത്തത് എന്തിനെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? എന്തിനെന്ന് ചോദിച്ചിട്ടുണ്ടോ? ആ ദൈവം നടത്തിയ പാതകൾ നിന്നെ അനുഭവത്തിൽ കൂടെ കടത്തിവിട്ടത്, ആമേൻ സ്തോത്രം, എന്തിനെന്ന് ചോദിച്ചിട്ടുണ്ടോ? നിന്നെ ദൈവത്തോട് അടുപ്പിച്ചത് എന്തിനെ തോന്നിപ്പിച്ചിട്ടുണ്ടോ? നിന്റെ വാതിലുകളെ അടപ്പിച്ചത് എന്തിനെന്ന് ചോദിച്ചിട്ടുണ്ടോ? ആമേൻ, നീ മാനസികമായി സംഘർഷത്തിൽ ഡിപ്രഷന് ആയപ്പോൾ എന്തിനെന്ന് ചോദിച്ചിട്ടുണ്ടോ? ജീവിത സുഖങ്ങളിൽ, പുരോഗതിയിൽ, നന്മകളിൽ മറന്നുപോകല്ലേ. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾ. അടുത്ത പൂർണ്ണ മനസ്സാണ്. പൂർണ്ണ മനസ്സെന്ന നമ്മുടെ ചിന്തകളുടെയും അറിവിൻ്റെയും കേന്ദ്രമാണ് മനസ്സ്. അപ്പോൾ ദൈവത്തെ കുറിച്ച് ചിന്തിക്കുകയും അവന്റെ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ്, ആ മനസ്സ്, അങ്ങനെയുള്ള മനസ്സ് ചിന്തിച്ചവർക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും ഒക്കെ ദൈവത്തെ ആരാധിക്കാൻ പറ്റും. നമ്മുടെ മനസ്സിൽ ലോകത്തെക്കുറിച്ചും ലോകത്തിലുള്ളതിനെക്കുറിച്ചും ഇതിൻ്റെ സുഖത്തെക്കുറിച്ചും ഇതിൻ്റെ സൗകര്യത്തെക്കുറിച്ചും ഇതെങ്ങനെ വർദ്ധിപ്പിക്കാം ഇതും ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത്? എന്താ നമുക്ക് പറ്റാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത്? നമ്മുടെ ഹൃദയത്തെ ചിന്തിക്കുക. എല്ലാ ആഗ്രഹങ്ങളുടെയും എല്ലാ വികാരങ്ങളുടെയും മുകളിലായിരിക്കണം ദൈവം. എന്താണ് പൂർണ്ണാത്മാവ്? സ്വതന്ത്രം നമ്മുടെ ജീവിതവും നമ്മുടെ ആന്തരികമായ അനുഭവങ്ങളും ആർക്കുള്ളതായിരിക്കണം? ദൈവത്തിനുള്ളതായിരിക്കണം. എന്താണ് പൂർണ്ണ മനസ്സ്? നമ്മുടെ ചിന്തകൾ, നമ്മുടെ സകല ചിന്തകൾ, അറിവുകൾ ആരെ കുറിച്ചായിരിക്കണം? അതാണ് ഒരുവൻ രക്ഷിക്കപ്പെട്ട് അവൻ ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി ഭൂമിയിലുള്ള ചിന്തിക്കാനല്ല. പിന്നെന്തിനാ? ഉയരത്തിലെ ഉള്ളത്. ബൈബിൾ അതാന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഉയരത്തിലെ ചിന്തിപ്പീൻ, ഉയരത്തിലെ അന്വേഷിപ്പീൻ. അങ്ങനെ ആരെങ്കിലും അന്വേഷിച്ച് ചിന്തിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാട്ട്. സ്തോത്രം. ഞാനീ പറയുന്നത് വചനമാണ് പറയുന്നത്. പിന്നെ ദൈവത്തിനുള്ള ചിന്ത ആരെ കുറിച്ചാ? എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ നിന്നകൾ എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകുകയിൽ ക്ഷീണമെന്നറിഞ്ഞില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകുകയിൽ ക്ഷീണമെന്നറിഞ്ഞില്ല ഞാൻ. ഒരു വിഷയം നിങ്ങൾ നോക്കിയോണം. യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ചത് എന്തിനാ? പിതാവാം ദൈവം.
അവന് ഇത്ര വയസ്സ് വരെ 30 വയസ്സ് വരെ അവൻ അമ്മയുടെ അപ്പൻ്റെയും കൂടെ ജീവിക്കണമെന്നും അത് കഴിഞ്ഞ് 3.5 വർഷക്കാലം അവനെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തീകരിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ളത് പിതാവാം ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അതിന്റെ മുൻപിൽ അവന്റെ മുമ്പിൽ കല്ലുകൾ അപ്പമാക്കി തീർക്കാൻ പറഞ്ഞു. അവന്റെ ജഡത്തിന് ആവശ്യമുള്ളത് പിശാച് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. ഒന്ന്, ഈ ലോകം മുഴുവനും അവന്റെ മുമ്പിൽ വന്ന് കാണിച്ചു കൊടുത്തു, ഇതെല്ലാം നിനക്ക് തരാം, നീ എന്നെ വീണൊന്ന് നമസ്കരിച്ചാൽ മതി, ഭൂമിയിലുള്ള സകല മാനവജാതികളും നിന്നെ ബഹുമാനിക്കും, നീ ഒരു കാര്യം ചെയ്യും, ആലയത്തിന്റെ മുകളിലും ചെന്ന് മേപ്പോട്ടൊരു ചാട്, ജീവനത്തിന്റെ പ്രതാപങ്ങൾ ആമേ സ്വോത്രം ഇതെല്ലാം ഇവന്റെ മുമ്പിൽ വന്ന് കാണിച്ചിട്ടും ദൈവിക ദൗത്യത്തിൽ നിന്ന് ആമേൻ പുറകോട്ട് മാറാതെ എനിക്ക് നിങ്ങൾക്കും മാതൃക കാണിച്ച് തന്ന് മരിച്ചവനാണ്, ഉയർത്തെഴുന്നേറ്റവനാണ് എൻ്റെ കർത്താവ്. വചനം മനസ്സിലാക്കാതെ നമുക്ക് ജീവിതത്തിൽ വിജയമില്ല. ഇനി പെന്തക്കോസ് എന്ന് പറയുന്നതും സകല പ്രവചനങ്ങളും മനുഷ്യരെ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ ആഗ്രഹം ഇത് തന്നെയാണ്. അപ്പൊ ദൈവത്തെ സേവിക്കാൻ പറ്റുമോ? എല്ലാറ്റിനേക്കാൾ അധികം എനിക്ക് യേശു മതിയെന്ന് പറയാൻ ആരാ? പാടാൻ വയ്യ, പാടാൻ എല്ലാവർക്കും എളുപ്പ. എനിക്ക് എന്നെ ആശ്രയം യേശുവത്രേ, യേശുവത്രേ സുരക്ഷിതനാം യേശു മതിയായവൻ, യേശു മതി, സ്നേഹം ക്രൂശു മതി എനിക്ക്. ആണ് ഞാൻ ഈ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനും പാടി നിങ്ങളും പാടി, ഇത് ഹൃദയം കൊണ്ട് പാടാൻ കഴിയുമോ? എന്റെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം എല്ലാറ്റിനേക്കാൾ ഉപരി എന്റെ ദൈവത്തെ സ്നേഹിക്കണം. സ്തോത്രം. ഇന്ന് രാവിലെ സൺഡേ വന്നവര് ആമീൻ, നിങ്ങൾ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ദൈവമേ, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയാൻ. നടക്കുന്ന കാര്യമല്ല അതൊക്കെ. ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹിക്കണമെന്ന് പിതാവാം ദൈവം വിചാരിച്ചെങ്കിലേ സ്നേഹിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്തിനെയാണ് അധികം സ്നേഹിക്കുന്നതെന്ന് എൻ്റെ ദൈവത്തിനറിയാം. നിങ്ങളുടെ സകല ഹൃദയങ്ങളെയും എൻ്റെ ഇരിപ്പും ഞാൻ എഴുന്നേൽക്കുന്നതും എൻ്റെ ഹൃദയ വിചാരങ്ങളും ഞാൻ കിടക്കാൻ പോകുന്നതും സകലതും അറിയുന്ന ഒരു അപ്പൻ്റെ മുൻപിലാണ് ഞാൻ ഇരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മെ അറിഞ്ഞ്, നമ്മുടെ ഉദ്ദേശം അറിഞ്ഞ ദൈവം നമ്മെ സഹായിക്കുന്നതും കൃപ സ്വർഗീയമായ പലതും നമുക്ക് കൈമാറ്റം ചെയ്യുന്നത് അവൻ നമ്മുടെ ഹൃദയം അറിഞ്ഞാണ്. ഭൂമിയിലുള്ളത് പലതും കൈമാറ്റം ചെയ്തത് നിന്റെ ആഗ്രഹം അറിഞ്ഞാണ്. സ്തോത്രം. ഹല്ലേലൂയ. നീ ഭൂമിയിലുള്ളത് ആഗ്രഹിച്ചാൽ അവൻ തരാവുന്നിരിക്കത്തില്ല. പിന്നെ അത് പ്രയോജനപ്പെടുമോ ഇല്ലയോ എന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കത്തില്ല. അത് ദൈവത്തിന്റെ കയ്യിലാണ്. അതാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്, അവർ ചോദിച്ചതിന് അവൻ അവർക്ക് നൽകി, പക്ഷേ പ്രാണന് ക്ഷയം അയച്ചു. പലതും നമുക്ക് നേടിയെടുക്കാം, പലതും ബുദ്ധി കൊണ്ട് കൂട്ടിവെക്കാം, പല ആഗ്രഹങ്ങളും സാധിപ്പിച്ചേക്കാം. പ്രയോജനമാകണോ വേണ്ടായോ എന്ന് അത് നിന്റെ കൺട്രോളിലല്ല. അതിനൊരു പരമാധികാരിയുണ്ട്, അതെന്റെ ദൈവമാണ്. എവിടെങ്കിലും കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറാണ്. അഭിവൃദ്ധി വരുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെതാണ്. എവിടെങ്കിലും കുറയാൻ ചോർച്ച വന്നിട്ടുണ്ടെങ്കിൽ നീ സൂക്ഷിച്ചോണം, അത് ചോർന്ന് പെട്ടെന്നങ്ങ് പോകും. കാരണം എന്നറിയാമോ? ദൈവം തരാത്തത് മുഴുവനും ചോർന്നു പോകും, ദൈവം തന്നതൊന്നും ചോർന്നു പോകത്തില്ല. സ്തോത്രം.
ഹല്ലേലൂയ. ഇതിനൊന്നും പ്രവചന ഭാഷയൊന്നും വേണ്ട. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, സ്തോത്രം, ആമേൻ, സ്തോത്രം. കാരണം ഇതൊന്നും നമ്മുടെ അല്ല. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാറ്റിനേക്കാൾ ഉപരി എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. സ്തോത്രം. പൂർണ്ണ ശക്തി എന്നറിഞ്ഞാൽ നമ്മുടെ കഴിവുകൾ, സമയം, പരിശ്രമങ്ങൾ, താലന്തുകൾ എന്നിവ ദൈവത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണം. സ്തോത്രം. നമ്മുടെ കഴിവുകള്, സമയങ്ങള്, പരിശ്രമങ്ങള്, താലന്തുകള് എന്നിവ ദൈവത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണം. നമുക്കെല്ലാറ്റിനേക്കാൾ മുൻപിൽ ആരെയാ വെക്കേണ്ടത്? എല്ലാറ്റിനേക്കും നമ്മൾ ഈ ലോകം, നിങ്ങൾ ചിന്തിക്കും, നമ്മൾ ചിരിച്ച് കാണിച്ചവരും നമ്മൾ സഹായം ചെയ്തവരും നമ്മളെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നവർ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടോ? ഉണ്ടോ? നാളെ കാണൂ. സ്വന്തം രക്തം പോലും ഇല്ല, രക്തമോൾ പോലും. എടാ, എൻ്റെ കൂട്ടത്തിൽ ജനിച്ചവൻ പോലും ഇല്ല, പിന്നെ നീ ആരെ അനുഗമിക്കുന്നേ? മരണത്താലും മറിയാത്ത ഒരുവന്റെ സ്നേഹം അത് ക്രിസ്തു മാത്രം. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഞാൻ ഈ പറഞ്ഞ തെറ്റാണ്. രക്തബന്ധങ്ങൾ പോലും നമ്മുടെ കൂടെ ഇല്ലെന്നേ. സ്തോത്രം. ഒരിക്കലും വേർപിരിയാത്ത ഒരുവനേ ഉള്ളൂ. അതാണ് അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പുരോഗതിയുള്ളൂ. അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ നന്മയുള്ളൂ. അല്ലാതെ സ്വന്തക്കാരും ബന്ധുക്കാരും നാട്ടുകാരും ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ചെന്ന് ചിരിച്ചെന്ന് വിചാരിച്ചു. ഇനി ദൈവദാസന്മാർ പോലും ഇവിടെ എത്ര ആയിരക്കണക്കിന് ദൈവദാസന്മാർ വന്നു പോയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആരും നമ്മുടെ കൂടെ അങ്ങനെ വിളിക്കുകയോ സംസാരിക്കുകയോ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചിന്തിക്കുകയോ ചെയ്യുന്നവരാരുമില്ല. ഉണ്ടോ? ഇല്ല. നമ്മുടെ കൂടെ അന്നും ഇന്നും ഉള്ളത്, നമുക്ക് പറയാനും ഉള്ളത് ഒറ്റ ആളേ ഉള്ളൂ. ആമീൻ. അതെന്റെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടും മനസ്സിലാക്കിയും പഠിച്ചും ഒക്കെ വന്നൊരു വ്യക്തിയാണ്. ഇന്ന് നമ്മുടെ ജീവൻ ഇന്നങ്ങ് പോയാൽ നമുക്ക് ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല, നമുക്കിന്ന് കാണാനും പറ്റത്തില്ല. അതുകൊണ്ട് കയ്യിലുള്ളതിനെ കുറിച്ച് അഹങ്കരിക്കരുത്. നിന്റെ നിക്ഷേപങ്ങളെ കുറിച്ച് അഹങ്കരിക്കരുത്. മക്കൾ അഹങ്കരിക്കാൻ നീ കൊടുക്കരുത്. എടാ, ഇതിൻ്റെ എല്ലാം പരമാധികാരി വേറൊരുവനാണെന്ന് ഓർത്തോ. ദൈവസന്നിധിയിൽ ഭയത്തോടെ നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. നമ്മൾ ദൈവിക സ്വഭാവം, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ദൈവിക സ്വഭാവം നമുക്കുള്ളവരായിരിക്കണം. ആമേൻ. കഷ്ടത കാണുന്നവരെ കണ്ണടച്ച് കളയരുത്. വിശക്കുന്നവരെ കണ്ടിട്ട് നീ കണ്ണടയ്ക്കരുത്. ദാഹിക്കുന്നവരെ കണ്ടിട്ട് കണ്ണടയ്ക്കരുത്. ആമേൻ. നഗ്നനെ കണ്ടാൽ കണ്ണടയ്ക്കരുത്. ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ സ്കൂളിൽ ഫീസില്ലെന്ന് പറഞ്ഞാൽ നീ ശ്രദ്ധിക്കാതെ പോകല്ലേ. ഇതാണ് ദൈവിക സ്വഭാവം. അവനെ സ്നേഹിക്കുന്നവർക്ക് ഈ സ്വഭാവം വരൂ. ലോകത്തെ സ്നേഹിക്കുന്നവന് ലോകത്തിന്റെ സ്വഭാവം വരുന്നത്. ജഡത്തെ സ്നേഹിക്കുന്നവന് ജഡത്തിന്റെ സ്വഭാവമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവന് ദൈവത്തിന്റെ സ്വഭാവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നമ്മെ കൈവിടത്തില്ലെന്ന് പറഞ്ഞ ഒരുവനേ ഉള്ളൂ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞ ആരാ? അപ്പൊ എനിക്ക് മിനിയോട് പറയാൻ പറ്റും, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തില്ല പറയാൻ പറ്റും. മരണത്താൽ മറഞ്ഞു പോകുന്നതാണ് ഈ ജീവിതം. എന്നാലും മരണത്തിലും കൈവിടാത്ത ഒരുവനുണ്ട്. അതാണ് യേശു ക്രിസ്തു. ഇന്നലെ കല്യാണത്തിന് പോയപ്പോൾ ഈ മോനത്തിന് അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, മരണം നമ്മെ വേർതിരിക്കുന്നതിനും വരെ അടക്കും. അയാളെ ചെറുക്കൻ എന്താ പറഞ്ഞെന്ന് അറിയാമോ? മരണം എന്താ പറഞ്ഞു? മരണം ഓർപ്പി. അവനെങ്ങാണ്ട് കിടന്നില്ല. അച്ഛൻ പറഞ്ഞതിൻ്റെ കൂട്ട് അച്ഛൻ പറഞ്ഞ ഒരുത്തന് പെണ്ണിന് നീളം കൊണ്ട് ചെറുക്കന് നീളം കുറവായിരുന്നു. അപ്പോൾ മഞ്ഞാണി അച്ഛൻ പറഞ്ഞ് നീ മുട്ടുകുത്താൻ പറഞ്ഞു. ആ ചെറുക്കൻ എന്താ തൊട്ടുമുത്തി എന്ന് പറഞ്ഞ പോലെ ഇവൻ കേൾക്കുന്നതിന് പോട്ടെ പറയാം, മരണം ഞങ്ങൾ കാണുന്നതിന്.
എല്ലാ ബന്ധങ്ങളും കേട്ടോ എവിടം വരെ ഉള്ളൂ. അതാ അതിനൊരു പാട്ടുണ്ട്, ഞാൻ പാടാം. അതിന്റെ പാട്ട്: ഓടയിൽ വാണാലും മേടയിൽ വാണാലും ആറടി മണ്ണേ നിനക്ക് സ്വന്തം. മേടയിൽ വാണാലും ഓടയിൽ വാണാലും ആറടി മണ്ണേ നിനക്ക് സ്വന്തം. പട്ടുനൂലാടയും സ്വർണ്ണാഭരണവും പട്ടുനൂലാടയും സ്വർണ്ണാഭരണവും ചുടലക്കളം വരെ നിനക്കു സ്വന്തം. മനുഷ്യ നീ ഇത് ഓർക്കുന്നുണ്ടോ? ജീവിതമൊരു നീക്കുമലയല്ലയോ, അതിൽ ആയുസ്സു നിമിഷങ്ങളല്ലയോ. ജീവിതമൊരു നീക്കുമലയല്ലയോ. സ്തോത്രം. നിങ്ങളുടെ അലമാരിയിലൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പൊന്നും കഴിഞ്ഞ ദിവസം എന്നെ ഒരു മുതലാളി വിളിച്ചിട്ട് പറയാം, പാസ്റ്ററെ 160 ഗ്രാം സ്വർണം ഒരുത്തന് കടം കൊടുത്തതാണ്, അവൻ 2 വർഷമായിട്ട് തിരിച്ചു തന്നില്ലെന്ന്. സ്തോത്രം. പ്രാർത്ഥിക്കാനല്ല എൻ്റെ അടുത്താണ് വരുന്നത്. സ്വർണം പോയതും എല്ലാത്തിനും 1.5 കോടിയാണ്. ചോദിക്കാതെ പോവല്ലേ. ആ മേടിച്ച ആളൊക്കെ പോയി. സോദരൻ, നിങ്ങൾ ചിന്തിക്കേ, എപ്പോഴായാലും പോകുന്നതെന്നും എപ്പോഴും വരുന്നതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ. സ്വോത്രം. സങ്കടമുണ്ട്, പക്ഷെ എന്നോട് ഭയങ്കര ഇപ്പം എന്താ എന്നും ഒന്ന് വിളിക്കുക. കാരണം യാതൊരു ഇടപാടുമില്ല, യാതൊരു ഇടപാടുമില്ല, നിങ്ങളായിട്ടും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഒറ്റ ഇടപാടേ ഉള്ളൂ, അത് ക്രിസ്തുവിൽ കൂടെ ഉള്ള ഇടപാട് മാത്രം. ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം ചുടലക്കളം വരെ ഉള്ളു കേട്ടോ. ഇതെല്ലാം നിങ്ങൾ എത്ര കോടി ഉണ്ടാക്കി വെച്ചാലും മാക്സിമം ഒരു 10,000 രൂപയുടെ പെട്ടിയെ മേടിക്കത്തുള്ളൂ മക്കൾ. എത്ര രൂപയുടെ? 10,000 രൂപയുടെ പെട്ടി എന്ന് പറഞ്ഞാൽ പാറ്റയ്ക്കും പുഴുവിനും ഒക്കെ കയറാൻ പറ്റുന്ന പെട്ടിയെ മേടിക്കത്തുള്ളൂ. ഈ ഉളുത്തു പോകാത്ത പെട്ടിയൊന്നും സ്വർണ്ണത്തിനെങ്ങാണ് നിങ്ങളെ അടക്കോ? എന്നെ അടക്കോ? ഇല്ല. പുറമേ ഇച്ചിരി ഡെക്കറേഷനൊക്കെ ചെയ്തെങ്കിലും നമ്മൾ സൂക്ഷിച്ചാൽ കൊണ്ടുപോകുന്ന. കാരണം ഇത് പൊളിഞ്ഞ് താഴോട്ട് പോയാലും കുഴി വെക്കുന്നിടം വരെ എന്ത് ചെയ്യരുത്? പൊളിയരുത്. അതുകൊണ്ട് കയറൊക്കെ ഇട്ട് നമ്മൾ ഇറക്കുന്നത്, അല്ലേ നമ്മളങ്ങ് പിടിച്ചങ്ങ് ഇട്ടേ. അപ്പോൾ നിങ്ങൾ എന്തെല്ലാം ചെയ്താലും ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ കേട്ടോ. പക്ഷേ മരണം കൊണ്ട് അവസാനിക്കുന്നൊരു യാത്രയല്ല. ഈ ശരീരം, ഈ ആത്മാവ് അകത്തെ മനുഷ്യൻ വിടുമ്പോഴേ അവിടുന്ന് ഒരു യാത്ര പിന്നെ ഉണ്ട്. ആ കൂടെ വരുന്നവരെയാ ശ്രദ്ധിക്കേണ്ടത്. അവനുമായിട്ടാണ് ബന്ധം കേട്ടോ. കൂടുതൽ ബന്ധം അവിടെ വേണ്ടത്. നാട്ടുകാരായിട്ടല്ല, വീട്ടുകാരായിട്ടൊന്നല്ല. അതിനുശേഷം മരണത്തിനപ്പുറം. മരണത്തിനപ്പുറം എന്ന് പറഞ്ഞാലേ ആമേൻ, പലരും മുസ്ലിങ്ങളുടെയൊക്കെ ഉപദേശം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ചെല്ലുമ്പം ഒരുപാട് ഭാര്യമാരെ കിട്ടും. ഇതൊന്നും ശരിയല്ല. അങ്ങനെ അവിടെ ഭാര്യയില്ല, മക്കളും ഇല്ല, ഒന്നുമില്ല. സ്വർഗമുണ്ട് കേട്ടോ. വേദപുസ്തകത്തിനകത്ത് ഈ പുസ്തകം, ഭൂമിയുടെ സൃഷ്ടിപ്പും ആദ്യം അന്ത്യമുള്ള ഒറ്റ പുസ്തകമേ ഈ ലോകത്തുള്ളൂ. അത് ഹോളി ബൈബിൾ മാത്രമാണ്. ഇതിനൊരു ആരംഭമുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഒരു അവസാനമുണ്ട്. അതുള്ള ഒറ്റ പുസ്തകമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഹോളി ബൈബിൾ. ഹിന്ദുത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പാറ്റയും പൂച്ചയും പട്ടിയും കോഴി അങ്ങനൊന്നുമല്ല, ഇല്ല. ഇതിനകത്തുള്ള ഇന്നർമാൻ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്കൊന്നും ആത്മാവില്ല, അതിന് ജീവനേ ഉള്ളൂ. മനുഷ്യൻ ദൈവത്തിൻ്റെ അത്ഭുത സൃഷ്ടിയാണ്. ഈ മനുഷ്യൻ അത്ഭുത സൃഷ്ടിയായി ഈ മനുഷ്യനെ നേടാൻ വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യ അവതാരം എടുത്തു വന്നവനാണ് സാക്ഷാൽ യേശു ക്രിസ്തു. ദൈവം ദൈവമായി ഭൂമിയിൽ വന്നാൽ ഒരു മനുഷ്യനും അവന് മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. അവൻ സൃഷ്ടിച്ച സൂര്യനെ നോക്കാൻ പറ്റത്തില്ല. ആർക്ക് പറ്റും സൂര്യനെ നോക്കാൻ? ഈ സൂര്യന്റെ തന്നെ ഇപ്പോഴുള്ള ഇപ്പൊ വന്ന ചൂടിന്റെ പ്രത്യേകത
എലീനോ, എന്ന് പറഞ്ഞാൽ ദൈവം എന്നാ. എൽ നീനോ എന്തോ ആയിക്കോട്ടെ. എന്നിട്ട് മനുഷ്യൻ ജീവിക്കാൻ വയ്യ, ചൂടുകൊണ്ട്. ഈ സൂര്യൻ്റെ അടുത്തോട്ട് ഒരു കിലോമീറ്റർ മുമ്പോട്ട് അങ്ങോട്ട് വേറെ. ഈ സൂര്യനൊക്കെ സൃഷ്ടിച്ച ദൈവം ആരാ? സ്തോത്രം. അല്ലെങ്കിൽ ഇതൊക്കെ ദൈവം അറിയാനല്ല ഈ പ്രപഞ്ചത്തിന് ഈ കാര്യങ്ങളുണ്ടായി. അടുത്ത വർഷം കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. സ്തോത്രം. ചോളത്തിന് ക്ഷാമം വരും, നെല്ലിന് ക്ഷാമം വരും. പ്രകൃതിയുടെ മാറ്റങ്ങൾ, വലിയ വ്യത്യാസങ്ങളാണ്. രോഗങ്ങൾ കൂടും. ഈ 20 വർഷത്തിനുള്ളിൽ ഇവിടെ വന്ന രോഗങ്ങളെ കുറിച്ച് ചിന്തിക്കേ. ചിക്കൻ ഗുനിയ, നമ്മുടെ കുറച്ച് നാളിൽ ചിക്കൻ ഗുനിയ എന്നുള്ള രോഗം കേട്ടിട്ടുണ്ടോ? തക്കാളിപ്പനി, ഡെങ്കു, കൊറോണ, നിപ്പ, എപ്പോള, ഇപ്പൊ കേരളത്തിൽ ഷിഗല്ല. കുറച്ചുനാൾ ഈ പേരൊക്കെ ഒന്ന് കേട്ടവർ മാത്രം കൈവക്ക്. സ്തോത്രം. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ആയിരക്കണക്കിന് വൈറസ് ഈ പ്രപഞ്ചത്തിൽ കിടപ്പുണ്ട്, ഈ അന്തരീക്ഷത്തിലുണ്ട്. എങ്ങോട്ടാണ് നമ്മുടെ യാത്ര? ആരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? ആരെയെ നിങ്ങൾ സ്നേഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് അവന് സൃഷ്ടിതാവിനെ സ്നേഹിക്കണമെന്നാണ്. സ്തോത്രം. വേറെ പല രോഗങ്ങളിനകത്തുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇതെല്ലാം ഈ നൂറ്റാണ്ടുകളിൽ വന്നതാണ്. ഈ അന്ത്യകാലത്തോട് അടുക്കും തോറും ശാസ്ത്രലോകം പോലും ഞെട്ടിപ്പോകുന്ന. സ്തോത്രം. ഹോസ്പിറ്റലുകളൊന്നും കിടക്കാൻ ബെഡില്ലെന്ന്. രോഗങ്ങൾ വർദ്ധിക്കുകയാണ്, രോഗികൾ വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ജയദേവ ഹോസ്പിറ്റലിൽ 12 പേരാണ് ഒറ്റ ദിവസം മരിച്ചത്. ഡോക്ടർ മെയിൻ സൂപ്രണ്ടന്റ് പറഞ്ഞൊരു വാക്കുണ്ട്, ഡോക്ടർമാരുടെ എണ്ണം കുറവാണ് എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരുടെ എണ്ണം കുറയുന്നു, പക്ഷെ ആളുടെ എണ്ണം കൂടുന്നു, രോഗികളുടെ എണ്ണം കൂടുന്നു, പുതിയ പുതിയ രോഗങ്ങൾ വരുന്നു. പലർക്ക് എന്താണെന്ന് നിർണ്ണയിക്കാൻ കഴിയുന്നില്ല. സാഹചര്യങ്ങൾ മാറുന്നു, അന്തരീക്ഷത്തിന് മാറ്റം വരുന്നു, ആമേൻ, കാലങ്ങൾ മാറിപ്പോകുന്നു, മനുഷ്യന് സ്വഭാവത്തിന് മാറ്റം വരുന്നു, പ്രകൃതിക്ക് മാറ്റം വരുന്നു, അന്തരീക്ഷത്തിന് മാറ്റം വരുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? വരുവാനുള്ളവൻ വരാൻ സമയമായി. ഇതിനൊരു അന്ത്യമുണ്ട്. ഹല്ലേലൂയ. ചിന്തിക്കാതെ ജീവിക്കല്ലേ കേട്ടോ, പോഷനെ പോലെ ജീവിക്കല്ലേ, ബുദ്ധിയോട് ചിന്തിക്കണം. അതാണ് ഇത് ദുഷ്കാലമാകിയാൽ നിങ്ങൾ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായി തന്നെ എന്ത് ചെയ്യണം? നടപ്പീൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമ്മളിത് പഠിക്കുമ്പോൾ ദൈവസ്നേഹം ഒരു ഭാഗിക കാര്യമല്ല, ജീവിതത്തിന്റെ ഒരു ഭാഗമായി ദൈവസ്നേഹത്തെ കാണരുത്. ജീവിതത്തിന്റെ എല്ലാറ്റിനും മീതെ എനിക്ക് ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളതായിരിക്കണം ക്രിസ്തീയ ജീവിതത്തിൽ, അഥവാ നിന്റെ ജീവിതത്തിന്റെ പ്രധാന കേന്ദ്രം. സ്തോത്രം. നമ്മുടെ വികാരങ്ങൾ, ആത്മീക ജീവിതം, ചിന്തകൾ, പ്രവർത്തനങ്ങൾ എല്ലാം ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഉൾപ്പെടുത്തണം. ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് കാണണം, നിർത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ 68-ാം സങ്കീർത്തനം 1-ാം വാക്യം ഒന്നുകൂടെ വായിക്കുക. ദൈവം എഴുന്നേൽക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. മതി. ദൈവം എഴുന്നേൽക്കുന്നു.
എന്ന് പറയുമ്പോൾ അവന്റെ ശക്തിയും അവന്റെ സാന്നിധ്യമാണ്. അവന്റെ സാന്നിധ്യവും അവന്റെ ശക്തിയും വെളിപ്പെടേണ്ടതിന് ദൈവത്തിന്റെ ജനം എഴുന്നേറ്റ് തന്റെ വാഗ്ദത്ത ദേശം കൈവശപ്പെടുത്തുന്നതിനുള്ള ഒരു ആഹ്വാനമാണ് ദൈവം എഴുന്നേൽക്കും. രാവിലെ സമയം ദൈവവചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവം എഴുന്നേൽക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ജനം ഉണരണം. മരുഭൂമിയിലുള്ള ദൈവജനം ഇസ്രായേൽ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിൽ ദൈവം എഴുന്നേൽക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ സാന്നിധ്യവും അവന്റെ ശക്തിയും വെളിപ്പെടുന്ന സമയമാണ്. എന്തിനെന്നറിയാമോ? നിന്റെ വാഗ്ദത്തങ്ങളെ പിടിച്ചെടുക്കുവാൻ, കൈവശമാക്കുവാനുള്ള ഒരാഹ്വാനമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇത് സുപ്രസാദകാലം, ഇത് രക്ഷാ ദിവസം എന്ന് പറഞ്ഞാൽ ഈ കൃപായുഗത്തിൽ നീ രക്ഷപ്പെടാനുള്ള സമയമാണ്. സ്തോത്രം. പലപ്പോഴും ദൈവവചനം കേട്ടിട്ട് ദൈവശബ്ദം നിന്റെ ഹൃദയത്തിൽ മന്ത്രിച്ചിട്ടും നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുന്നു എന്ന് തോന്നിയിട്ടും നീ എഴുന്നേൽക്കാതെ നിന്റെ വാഗ്ദത്തങ്ങളെ നഷ്ടമായി പോയെങ്കിൽ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ മടങ്ങി വരണം. ഹല്ലേലൂയ, ആമേൻ. ദൈവം എഴുന്നേൽക്കുന്നു എന്ന് പറയുമ്പോൾ ശത്രുക്കളോട് ഒരു യുദ്ധത്തിനുള്ള ആഹ്വാനമാണ്. നാളെ മുതൽ 7 ദിവസം ഇവിടെ ഉപവാസ പ്രാർത്ഥനയാണ്. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതൊരു യുദ്ധമാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുകയാണ്. ഇവിടെ ദൈവജനം ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചാരാധിക്കുമ്പോൾ ദൈവം ചില വിടുതലുകളെ നൽകുകയാണ്. ചില കോട്ടകൾ തകരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. കനാൻ എന്ന് പറയുന്നത് ഈ യഥാർത്ഥത്തിൽ ഈ വാഗ്ദത്തങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ് ഏത് ഭൂമി? കനാൻ, കനാൻ ദേശം. അല്ലാതെ മറ്റുള്ളവർ പറയുന്നോണ്ട് ഇസ്രായേൽ കയറി യുദ്ധം ചെയ്തത് പിടിച്ചെടുത്തു. ഇപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ഞങ്ങൾക്ക് മാതാപിതാക്കൾ തന്ന അവകാശമാണ്. ഇപ്പൊ ഇവിടെ 2 കടക്കാരൊക്കെ, വാടകക്കാരൊക്കെ ഇരിപ്പുണ്ട്. നാളെ അവർ പറയുന്നത് ഞങ്ങളുടെയാന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇതാണ് ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്തതിന്റെ കാരണം കേട്ടോ. ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായല്ലോ. അബ്രഹാമിന് ദൈവം കൊടുത്ത ദേശത്ത് അബ്രഹാം കിണർ കുടിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്ന് അവിടെ താമസിച്ചവരെന്ത് ചെയ്തു? വെള്ളം കോരി കുടിച്ചിരുന്നു. എന്നാൽ ഇസാക്കിന്റെ കാലം വന്നപ്പോ അബ്രഹാം കുടിച്ച പല കിണറും ഫെലിസ്ത്യർ എന്ത് ചെയ്തു? മൂടിക്കളഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. മനസ്സിലായോ? മൂടിക്കളഞ്ഞതെല്ലാം തുറക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? മനസ്സിലായോ അർത്ഥം? നീ ചിന്തിക്കുന്ന നല്ല മെസ്സേജ് വലിയൊരു മെസ്സേജിലേക്ക് വരാൻ പോവുകയാണ്. ഈ രാവിലെ സമയം വചനം മനസ്സിലാക്കുന്നവര് യുദ്ധം ചെയ്യാൻ തയ്യാറാകണം. നീ മൗനമായിരുന്നാൽ, നീ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നാൽ, നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നാൽ, നിന്റെ ബുദ്ധിയിൽ ജീവിച്ചാൽ ഞാൻ പറയാം, ഒരു വാഗ്ദത്വം നടക്കാൻ പോകുന്നില്ല. യുദ്ധം ചെയ്യാൻ തയ്യാറായാൽ ഈ ദിവസങ്ങളിൽ അവകാശങ്ങളെ പിടിച്ചെടുക്കാം,
നിന്റെ വാഗ്ദത്തങ്ങളെ പിടിച്ചെടുക്കാം, നിന്റെ സന്തതികളെ പിടിച്ചെടുക്കാം, നിന്റെ നന്മകളെ പിടിച്ചെടുക്കാം, നിന്റെ ഭൂമിയെ പിടിച്ചെടുക്കാം. ദൈവം നിനക്ക് തന്നതിനെയല്ല തിരിച്ചെടുക്കുവാൻ ആഗ്രഹം എത്ര പേർക്കുണ്ട്? നിനക്ക് വേണ്ടി ദൈവം അവന്റെ സാന്നിധ്യം നൽകുമ്പോൾ, അതിൽ ശക്തി പുറപ്പെടുമ്പോൾ, അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഏതെങ്കിലും ഒരു പാസ്റ്ററെടുത്ത് എന്ന് അത് കൈവച്ച് പ്രാർത്ഥിച്ച് ഏതെങ്കിലും പ്രവാചകന്റെ അടുക്കൽ ചെന്ന് രണ്ട് ദൂതും കേട്ട് തൃപ്തരായി ദൈവം. അങ്ങനല്ല. നീ കാലേബേ മോശ പറയാണ്, ആമേൻ, കാലേബേ ഹെബ്രോൻ നിനക്ക് അവകാശമാണ്. ആമേൻ, മോശ മരിച്ചു, കാലേബ് എന്ന് യോശുവയോട് പറയാണ്. ആമേൻ, മോശ എന്നോട് പറഞ്ഞ ഹെബ്രോൻ മല ഇപ്പോൾ എനിക്ക് തരിക. അവിടെ ചെന്ന് ചമ്മി നിന്നതല്ല, അവിടെ മഹമാമേല് അവന്റെ അവകാശത്തിന്റെ മേൽ അമാല്യക്ക് മല്ലന്മാർ കിടക്കിയ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് കയറിക്കിടക്കുന്ന അന്യായ അവകാശങ്ങൾ, അമാല്യക്ക് മല്ലന്മാർ കുടിയിരിക്കുന്ന ശക്തികൾ, ജാതീയ ബന്ധനങ്ങൾ, പൈശാചിക കോട്ടകൾ, കൈമാറ്റങ്ങൾ, പാരമ്പര്യ ബന്ധനങ്ങൾ ഈ പകലടിയുക. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവനോട് ചേർന്ന് നിന്ന് യുദ്ധം ചെയ്ത അവകാശങ്ങളെ കൈവശമാക്കുവാൻ ആരുടെ ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. മനസ്സിലായോ? വീട്ടിയിരുന്നാ പറ്റത്തില്ല, മൗനമായിരുന്നാ പറ്റത്തില്ല, നീ പ്രവചനം കേട്ടാ പറ്റത്തില്ല. എല്ലാ പ്രവചനവും ഒന്നും ശരിയല്ല. സ്വത്രം പ്രവചനത്തിൽ വിശ്വസിക്കരുത്. ദൈവം പറയുന്നത്, ഇന്നലെ എന്നോട് ഡോക്ടറേറ്റ് വരെ എടുത്തവരാ എന്നോട് ചോദിക്കുന്നു, പാസ്റ്റർ പ്രവചനത്തെ കുറിച്ച് എന്തോ പറയുന്നത്. നോക്കി ഒരുപാട് പേർക്ക് ഞാൻ ഇപ്പൊ ഈ യാത്രയിലും ആരാണ്ട് എന്നോട് ചോദിച്ചു, ആരാന്ന് ഓർമ്മയില്ല. കാരണം പലരും ചതിക്കപ്പെട്ടിരിക്കുക, പല സഭകളെയും പൊളിച്ചിരിക്കുക. പക്ഷെ വചനം ആരെയും പൊളിക്കത്തില്ല. പ്രൈസ് ലോർഡ്. ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളോട് പറഞ്ഞ പ്രവചനങ്ങളൊക്കെ എത്ര വലിയ പ്രവചനങ്ങൾ ഇതിനകത്തുണ്ട്. അനീഷിനോടൊക്കെ പറഞ്ഞ, അനീഷെ പ്രവചനം വരുന്നല്ലേ? എന്നോട് പറഞ്ഞ പ്രവചനം വരുന്നല്ലേ? നിങ്ങളോട് പറഞ്ഞ പ്രവചനം വരുന്നത്, സഭയോട് പറഞ്ഞ പ്രവചനം വരുന്നത്. എന്തോ നമ്മൾ ഇതുവരെ നേടിയേ? ദൈവം എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെയാണ് പോകുന്നത്. ദൈവത്തിന്റെ സമയത്ത് നമ്മൾ ദൈവത്തിന്റെ കൂടെ ഇല്ല. അന്നേരം നമ്മൾ മൊബൈലിലോട്ട് നോക്കുന്നത്, ആരെങ്കിലും വീട്ടിൽ വന്നു. ദൈവസന്നിധി അശ്രദ്ധയോടിരുന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മൊബൈലൊക്കെ തിരിച്ചു വെക്കണം. സ്വത്രം. അത് തന്നെ ഒരു അലക്ഷ്യമാണ്. ഞാൻ സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പൊ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി അലക്ഷ്യമായിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരാൾ അലക്ഷ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. അതിന് ശ്രദ്ധിക്കുന്നില്ലെന്നല്ല ഉള്ളൂ. പിന്നെ നമ്മളെന്താ ചിന്തിക്കുന്നത് അറിയാമോ? അത്രേ ഞാനേ ഉള്ളൂ, അത്ര പിന്നെ പോട്ടെ ചിന്തിക്കണം. അങ്ങനെ ചെയ്യരുത്. നിനക്ക് അതിനേക്കാൾ വലിയ ദൈവമാണ്, ദൈവ ശബ്ദമാണ്, ദൈവിക വിടുതലാണ്. കാരണം കുരുങ്ങിക്കിടക്കുന്ന കുരുക്കടിച്ച് പുറത്തു വരേണ്ടത് കിടക്കുമ്പോൾ നീ എന്തിനാണ് അതിന് ശ്രദ്ധിക്കുന്നത്? ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. കനാൻ എന്ന് പറയുന്ന അബ്രഹാമിന് ദൈവം കൊടുത്തതാ, അവന്റെ സന്തതിക്ക് കൊടുത്തതാ. അവിടെ വേറെ പലരും കയറി എന്ത് ചെയ്ത് അവിടെ താമസിച്ചു, അവരെയാണ് ഇറക്കിയത്. അതാ യുദ്ധം. അല്ല, ദൈവം അനീതിയുള്ള ദൈവമല്ല, ദൈവം നീതിയുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നിങ്ങളുടെ ഭവനത്തെ കുറിച്ച് ചിന്തിക്കേ. ദൈവം നമുക്ക് തന്ന വാഗ്ദത്തങ്ങൾ, ദൈവം നമുക്ക് തന്ന അവകാശങ്ങൾ, ദൈവം നമുക്ക് തന്ന ദാനങ്ങൾ, ദൈവം നമ്മോട് ചെയ്ത വാഗ്ദത്തങ്ങൾ എവിടെയാണ്? എത്ര പേർക്ക് ഈ ദിവസങ്ങളിൽ ഇതിനെ മടക്കിയെടുക്കണം എന്നാഗ്രഹമുണ്ടോ? ആത്മീകമായി, ഭൗതികമായി, ശാരീരികമായി, തലമുറകളായി ആമേൻ ജീവിതത്തിൽ ദൈവമേ എനിക്ക് ചെയ്ത
വാഗ്ദത്തങ്ങൾ, അവകാശങ്ങളെ ഞാൻ സാത്താന് കൊടുക്കത്തില്ല, അവന്റെ സന്തതിക്ക് കൊടുക്കത്തില്ല. അത് എനിക്കുള്ളതാണ്, എനിക്കുള്ളതാണ്, തലമുറയായി ഞാൻ അനുഭവിക്കേണ്ടതാണ്. ഇനി കനാൻ ദേശം എന്ന് പറഞ്ഞാൽ വിളവുകൾ, ധാന്യങ്ങൾ, ആമേൻ, സമൃദ്ധിയുടെ ദേശമാ. പാലും തേനും ഒഴുകുന്ന ദേശം, മൃഗസമ്പത്ത്, ഭയങ്കരമായ സമൃദ്ധിയുള്ള ദേശം അബ്രഹാം ദൈവം കൊടുത്തേ. ഇപ്പോൾ അവിടെ കിടക്കുന്ന ജാതികളെ അവരങ്ങോട്ട് ചെല്ലുമ്പോ, നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴേ ഇത് ഞങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ എന്ത് ചോക്ക്, നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിക്കേ. ചെന്നിട്ട് നീ തന്നെ മക്കളാന്ന് വിചാരിച്ച പാസ്സാത്താൻ വിടുവോ? വിടത്തില്ല. ഞങ്ങളുടെ നന്മയിലും എൻ്റെ അവകാശത്തിലും എൻ്റെ സന്തതിയുടെ മേലും എൻ്റെ ജീവിതത്തിലെ ആത്മീക മണ്ഡലങ്ങളുടെ മേലും ശരീരത്തിൻ്റെ മേലും കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾക്കെതിരെ നിൽക്കുന്ന വ്യാപാര ശക്തി നീ ചെന്ന് ചോദിക്കുമ്പോ വിട്ടുതരുന്നതല്ല, സ്വമേധ തരത്തില്ല, അവർ സ്വയം നൽകുന്നതല്ലത്. ഇന്ന് രാവിലെ നീ യുദ്ധം ചെയ്ത് വാങ്ങേണ്ടതാണ്. അതിനാ ദൈവം നിന്നോട് ചേർന്ന് നിന്ന് അവൻ എഴുന്നേൽക്കുകയാണ്. ഇന്നിവിടെ ഇങ്ങനെ എത്ര പേർക്ക് മനസ്സിലായി എനിക്കൊരു യുദ്ധം പ്രഖ്യാപിക്കാൻ ഉണ്ട് എന്ന് ബോധ്യമുള്ളവർ എത്ര പേരുണ്ട്? വല്ല മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? പറയാൻ മനസ്സിലായോ? എന്നെ പറഞ്ഞാല് നമ്മുടെ ഇന്മയും അവകാശവും ഒന്നും ഇവര് സ്വയം തിരിച്ചു തരത്തില്ല. അവൻ പിടിച്ചു വച്ചേക്കുന്നതേ നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ പോകത്തില്ല, ഞാൻ പോവുകയല്ല. പോക്കണോ? അതാ നമുക്ക് സ്വയം പോക്കാൻ പറ്റത്തില്ല. പിന്നെന്താ? ദൈവം എഴുന്നേൽക്കുമ്പോൾ അവനോട് ചേർന്ന് ഞാൻ നടക്കണം. അവനോട്, മനസ്സിലായോ? ഹല്ലേലൂയ. 40 ദിവസം വെല്ലുവിളിച്ച് നിൽക്കുക ഫിലിസ്ത്യൻ. 40 ദിവസം. ആരാ? ആമേശ്വത്ര. അവന്റെ പേരെന്തുവാ? ഗോലിയാത്ത് നിൽക്കുക. ദൈവത്തോടുകൂടെ നടക്കാത്ത ഒരു രാജാവും അവന്റെ പടയാളികളും ഭയപ്പെട്ട് വിറച്ചു നിൽക്കുമ്പോൾ അവൻ ദൈവത്തോടു കൂടെ നിൽക്കുന്നവൻ അവൻ വരികയാണ്. കൊച്ചു ചെറുക്കനാ, മനസ്സിലായോ? അവന്റെ മുമ്പിൽ ഫെലിസ്ത്യൻ പറയുക, നീ ആരുടെ കൊച്ചു ബാലൻ? നീ എന്തിനാ എന്റെ മുമ്പിൽ പട്ടിയെ പോലെ അടിയ നായുടെ മുമ്പിൽ വരുന്ന പോലെ വരുന്നത്? അവൻ പറയും, ഞാനല്ല വരുന്നത്, ഞാൻ വരുന്ന ഒരുവന്റെ കൂടെ, എന്റെ കൂടെ നടക്കുന്ന ഒരുവനുണ്ട്, എന്റെ കൈപിടിച്ച ഒരുവനുണ്ട്, ഞാൻ അവനുമായി ചേർന്നതാ എനിക്കെതിരെ വരിക. ഈ പകൽക്കാല ദൈവജനത്തോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. അവനോട് ചേർന്ന് നിന്ന്, അവനോട് ചേർന്ന് യാത്ര ചെയ്ത് നിന്റെ അവകാശങ്ങളെ പിടിച്ചെടുക്കുവാനുള്ള ഒരു ആഹ്വാനം ഈ പകൽ. ഓ പവർ ഓഫ് ഗോഡ്. വർഷങ്ങളായി ഒരു പുരോഗതിയുമില്ലാതെ, സ്തോത്രം, ഇന്നും നിലവിളിച്ച് കണ്ണുനീരുമായി വേദനയുമായി എങ്ങനെ മുമ്പോട്ട് എന്ന് ഇതിനൊരു വിടുതൽ എന്ന് ചിന്തിക്കുന്ന വ്യക്തി, ഇന്ന് നിന്നോടാണ് ദൈവാലോചന. ആമേൻ. നീ ഒരു യുദ്ധത്തിനായി ആഹ്വാനം ചെയ്യും. ദൈവത്തോട് ചേർന്ന് നിന്ന് അവനോട് ചേർന്ന് നീ യാത്ര ചെയ്യുമ്പോ ഇന്ന് പകൽ ആത്മാവ് ഇടപെടുകയാണ്. നിന്റെ പാരമ്പര്യമായി കുടികൊണ്ടിരിക്കുന്ന ചില ശക്തികൾ, അന്യായ ശക്തികൾ, ഓ പവർ ഓഫ് ഗോഡ്, നിന്റെ ആത്മീയ ഭൗതിക ശാരീരിക മണ്ഡലങ്ങളെ ഒതുക്കി വെച്ച ദുഷ്ട വ്യാപാരങ്ങൾ ഈ
പകൽ തകർന്നു വീഴാൻ പോകുകയാണ്. ഉടല ജഗൽക്കമന ആത്മാവിന്റെ അഗ്നി കണ്ടട്ട് ദൈവശക്തി വ്യാപരിക്കട്ടെ. ചില കെടുതികൾ അഴിയ കൂട്ട വ്യാപാരങ്ങള് പിടിമന വടകൾ കടകസ്യ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്ന മാതാപിതാക്കളെ ഇതിനകത്തുണ്ടോ? ആത്മാവിൽ യുദ്ധം ചെയ്യാൻ ദൈവം നിനക്ക് വേണ്ടി നിൽക്കുമ്പോൾ, അവന്റെ സാന്നിധ്യം നിനക്ക് നൽകുമ്പോൾ, അവന്റെ ബലം നിനക്ക് നൽകുമ്പോൾ, അവന്റെ കൃപ നിന്റെ മേൽ പകരുമ്പോൾ നീ കറങ്ങി നടക്കാനല്ല, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ. ആമേൻ. നിന്റെ ജീവിതത്തിന്റെ നന്മയ്ക്കായി, അവകാശത്തിനായി യുദ്ധം ചെയ്യാൻ. സ്തോത്രം. ഒരു ദിവസം പോലും പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. യുദ്ധം ചെയ്യാൻ സമയമില്ല, ആരാധിക്കാൻ സമയമില്ല, അവധിയെടുക്കാൻ പറ്റുന്നില്ല. പറഞ്ഞു മനസ്സോ വിനീഷ്, യുദ്ധം ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാണ്, ചുമ്മാതൊന്നും വിടുതൽ കിട്ടത്തില്ല. ആത്മാവ് യുദ്ധം ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. മനസ്സിലായോ? ആമേ. സ്തോത്രം. ഇവിടെ പലരും യുദ്ധം ചെയ്തവരുണ്ട്, ഇന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷെ സാഹചര്യങ്ങൾ മാറുമ്പോൾ മറന്നു പോകല്ലേ. ഈ യുദ്ധം മരണം വരെ യുദ്ധം ചെയ്തെങ്കിൽ നമുക്ക് അങ്ങ് അക്രതാണ്. മരുഭൂമിയിൽ ഒരു ശല്യമില്ല. മരുഭൂമി നമ്മളായിരിക്കുമ്പോൾ എവിടെയാണ്, എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ആരും നോക്കത്തില്ല കേട്ടോ. മരുഭൂമിയുടെ അനുഭവത്തിൽ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? മരുഭൂമിയിൽ ആരും ചോദിക്കത്തില്ലെന്നേ, നീ എന്ത് ചെയ്യുന്നെന്ന് നോക്കത്തില്ലെന്നേ, നിന്നെ ആരും ശ്രദ്ധിക്കത്തില്ലെന്നേ. നീ ആപ്ലിക്കേഷൻ ഇങ്ങനെ എഴുതിക്കൊണ്ട് എവിടെങ്കിലും ഒരു ജോലി കിട്ടുമോ എന്ന് നോക്കി നടക്കുമ്പോ ആരാ നിന്നെ ശ്രദ്ധിച്ചേ? നീ പട്ടിണി കിടന്നപ്പോ ആരാ നിന്നെ ശ്രദ്ധിച്ചേ? നീ വേദനയോടെ നടന്നപ്പോ ആരാ നിനക്ക് കൈത്താങ്ങി തന്നിയേ? പക്ഷെ നിന്നെ ശ്രദ്ധിക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണെന്നറിയാമോ? നീ ആ യോർദാൻ കഴിഞ്ഞ കനാനിലേക്ക് ചവിട്ടുമ്പോ അന്നേരം ഇളകും കേട്ടോ. അവിടാണ് വിഷയം. The Holy Spirit, the power of God. ഹല്ലേലൂയ. മരുഭൂമി വിഷയമല്ല. അവൻ എങ്ങനെങ്കിലും നിന്നെ, മരുഭൂമി കൂടെ നീ പോയി പട്ടുപോയാലും കുഴപ്പമില്ല. പക്ഷെ നിന്റെ വാഗ്ദത്തത്തിനകത്ത് കാല് വെച്ചാൽ നിന്റെ നന്മയിലേക്ക് നീ കാല് വെച്ചാൽ, ദൈവത്തിന്റെ അവകാശത്തിലേക്ക് നീ കാല് വെച്ചാൽ, അന്നേരം അറിയാം നിനക്ക് യുദ്ധം വേണോ പ്രഖ്യാപിക്കണോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും എലീം അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച്, ഇന്നും ദേശത്ത് നമ്മൾ ഇതുവരെ യുദ്ധം അവസാനിച്ചിട്ടില്ല. ഇന്നും നമ്മൾ പോർക്കളത്തിലാണ്, ഇന്നും യുദ്ധമുന്നണിയിലാണ്. ചിലതെല്ലാം നമ്മൾ കണ്ടു എന്നുള്ള സത്യമാണ്. പക്ഷെ അവകാശങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ദിവസങ്ങളിൽ കടക്കണം. The Holy Spirit. ലതലമനവ ശബ്ദൽഫമന തുടിയ രഗദൽ കടക അതുരജല കടകജല തീപ്രമാന കടകജൽ തുരയൽ കടക അതുരാലകൾ കടക ലംതല മടകജൽ തുരിയൽ കമന വിബല തുടിയൽ കമന തുലച്ചലാജ ലഗ്രിയാസ് ലഭിയോരെ സലിയത്ത് മരിയാലക. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നിന്റെ വാക്കുകൾ ഞാൻ ഇത് വീണ്ടും അടുത്ത ആഴ്ച തുടരും. ഇത് വലിയൊരു വാക്തത്വം, ഒരു ദൂതാണ്. മരുഭൂമി നമ്മളെ ആരും ശ്രദ്ധിക്കത്തില്ല. പക്ഷേ മരുഭൂമി വിട്ട് കനാനിലേക്ക് കാലിയോട്ടുമ്പോൾ, വാക്തത്വ ദേശം അവകാശമാക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ വേറൊരു കഥ ആരംഭിക്കുകയാണ്. ഒരു പോർക്കളത്തിലാണ്, ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ഈ ചർച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അതിനൊരു അവസാനം ഉണ്ടായി. പല അടുത്ത വാക്തത്വങ്ങളിലേക്ക് കടക്കുന്നു. അടുത്ത യുദ്ധം പ്രഖ്യാപിക്കണം. ഇന്ന് രാവിലെ
എൻ്റെ വാക്കുകളോട് വിരമിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേര് ജീവിതത്തിൽ എനിക്കൊരു മാറ്റം, ഞാൻ യുദ്ധത്തിനായി ഒരുങ്ങാൻ പോവുകയാണെന്ന് പറയാനാണ്? ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കന്മാർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസന്മാർ ഉൾപ്പെടെ ഞങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഒരു കൊടിയുദേശി, പഴകുളം ശാരുവല്ല ഉപദേശി, അവർക്ക് വന്ന് പ്രാർത്ഥിച്ചവർ, ഭാര്യാപുരം യോനാച്ചൻ, വൈപ്പാപ്പച്ചൻ, അറിയപ്പെടുന്ന അനേക ഭക്തന്മാർ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ച് യുദ്ധം ചെയ്തവരും, അവരുടെ വചനം കേട്ട് മനസ്സിലാക്കിയേ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഞങ്ങൾക്കൊരു വിജയം നൽകിയിട്ട് അവർ പോയി. കാലേബ് പറയാണ്, ഏത് ദേശം പിടിച്ചെടുക്കുന്നവർക്കാ? എബ്രോമനെ പിടിച്ചെടുത്തിട്ട് കാലേബ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ ദേശത്തെ പിടിച്ചടക്കുന്നവർ ഞാൻ എൻ്റെ മകളെ അക്സി വിവാഹം ഒത്തിനിയേൽ, അവനോട് പറയുന്നത് എവിടെ പിടിച്ച്, ഏത് സ്ഥലം പിടിക്കാനാ പറഞ്ഞ്? എബ്രോമൽ അബ്രോമൽ അതിനകത്തുള്ളൊരു സ്ഥലമുണ്ട്. യോശുവയുടെ പുസ്തകത്തില് അതെ, കിരിയത്ത് സേഫർ. കിരിയത്ത് സേഫർ ജയിക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ എന്ന് പറഞ്ഞാൽ, എന്നോട് ശ്രദ്ധിക്കുക, നിങ്ങൾ അങ്ങനെ വായിച്ചാൽ പിടികിട്ടത്തില്ല മോനെ. എൻ്റെ ആയുസ് കൊണ്ട് യുദ്ധം തീരുകയല്ല. എൻ്റെ മോളെ കൊടുക്കുന്നവര് ഇതുപോലെ യുദ്ധം ചെയ്യുന്നവനായിരിക്കണം. കോടിക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടി ഉള്ളവനല്ല. സ്തോത്രം. കറങ്ങിയടിച്ച് സുഖിച്ച് നടക്കുന്നവൻ്റെ കാര്യമല്ല കൊടുക്കുന്നത്, കുറച്ചും കൂടെ വാരിയിട്ട് കൊടുക്കുന്നവനല്ല. പിന്നെയോ തലമുറയായി നിൽക്കുന്നൊരു യുദ്ധമുണ്ട്. അതിനുവേണ്ടി പടപൊരുതുന്ന ആരുണ്ട്? നല്ല മനസ്സിലായ ആത്മീക മർമ്മം. യുദ്ധം ചെയ്യാനാരുണ്ട്? സ്തോത്രം. ഞാനിത് യുദ്ധം ചെയ്ത് നിങ്ങൾക്ക് തരികയാണ്, പക്ഷെ ഇനി നിങ്ങളുടെ മുമ്പിൽ എന്തുണ്ട്? തലമുറയായി നിൽക്കുന്ന ഒരു അമാലിക വെല്ലുവിളി നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇതിവിടം കൊണ്ട് അവസാനിക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ചില യുദ്ധങ്ങൾ കൈമാറ്റം ചെയ്യരുത്. ചിലത് തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യരുത്. ബോധമുള്ളവരെ, നമ്മുടെ എല്ലാം കണക്കൂട്ടുകൾ എന്താണ്? ഇത് വിറ്റാൽ അവിടെ ഉണ്ട്, അവിടെ കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. എൻ്റെ നിങ്ങളുടെ പ്ലാൻ നടക്കത്തില്ല. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കത്തേയില്ല. ഇതൊന്നും നമ്മുടെയല്ല. നാളെ ഞാനുണ്ടോ മിനിയുണ്ടോ കുഞ്ഞുങ്ങളുണ്ടോ എനിക്കറിയാൻ പറ്റത്തില്ല. ഞാനൊക്കെ ഭയത്തോടാണ് ചിന്തിക്കുന്നത്. നെവർ, ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ചിന്തിക്കില്ല അങ്ങനൊന്നും. നമ്മളാരും നമ്മുടെ കണക്കൂട്ടലുകളെ, ദൈവമാണ് സകലത്തിൻ്റെയും പരമാധികാരി. നിന്റെ കണക്കൂട്ടലുകളാണ് വേണ്ടി. പക്ഷേ ഈ ഒരു കണക്കൂട്ടലുണ്ടായിരിക്കണം, എനിക്കും എൻ്റെ തലമുറയ്ക്ക് ഒരു യുദ്ധമുണ്ട്. എനിക്ക് യുദ്ധമുണ്ട്. എല്ലാ വാക്തത്വം കൂടെ ഒരുമിച്ചങ്ങ് തരുമല്ല. ഓരോ ഘട്ടം കഴിയുന്ന ഓരോ യുദ്ധം കടന്നു വേണം ചെല്ലാൻ. ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ യുദ്ധങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ അവനോട് കൂടെ ചേർന്ന് നിൽക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ തയ്യാറാണ്. അവന്റെ മഹത്വം, അവന്റെ സാന്നിധ്യം, അവന്റെ ശക്തിയും എനിക്ക് വിജയം നൽകുന്നതാണ്. ദൈവം എഴുന്നേൽക്കുന്നു.
സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്. ഇനിയും പിന്തുടരുന്നു. ഇവിടെ അവസാനിക്കും. ഇനി ചിലതൊന്നും എന്ത് ചെയ്യരുത്, തലമുറയിലേക്ക് വളരാൻ പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വെച്ച് അവനെ സ്നേഹിക്കണം. എല്ലാറ്റും ഇത് എൻ്റെ കർത്താവിനെ സ്നേഹിക്കും. അവനോട് ചേർന്ന് നടക്കണം. ഇന്ന് ഭയങ്കര ദൂതാണ് എന്നോട് ദൈവം സംസാരിക്കുന്നത്. ഞാൻ 4 മണിക്കാണെന്ന് വന്നത്. എനിക്ക് ഉറക്ക ക്ഷീണമൊന്നുമില്ല, പക്ഷെ എൻ്റെ ശരീര ക്ഷീണമുണ്ട്. പക്ഷെ എന്നിൽ ഭയങ്കര അത്യന്ത ശക്തി നിൽക്കുകയാണ്. ഭയങ്കര ശക്തി നിൽക്കുക. എൻ്റെ കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, നമ്മളെ ശക്തിയോടെ നീ പ്രാർത്ഥിക്കുന്നു, എനിക്കറിയുന്നു, എനിക്കറിയാം. പക്ഷെ യുദ്ധം ചെയ്യണം മോളെ. വലിയൊരു യുദ്ധത്തിന് തയ്യാറാകണം. ദൈവം നിന്നെ അഭിഷേകം ചെയ്യും. ദൈവം നിന്നെ ശക്തീകരിക്കും. ചിലത് അവകാശങ്ങളെ പിടിച്ചെടുക്കണം. നിന്റെ മാതാവിൻ്റെ ആരോഗ്യം, നിന്റെ പിതാവിൻ്റെ ആഗ്രഹം, നിന്റെ ഭാവി നന്മകൾ. ആമേൻ. ലിയാമോളെ, നിശുമോളെ, നിങ്ങൾ യുദ്ധം ചെയ്യണം. ആത്മാവിൽ യുദ്ധം ചെയ്യണം. നിങ്ങളുടെ നന്മകളെ, അവകാശങ്ങളെ പപ്പയെ മമ്മിയൊന്നും എന്നും കാണത്തില്ല. യുദ്ധം ചെയ്യാൻ, തുറന്ന് യുദ്ധം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, ദൈവമേ ഞാൻ തയ്യാറാകാണ്. എനിക്കിന്ന് രാവിലെ സമയം കേട്ട വചനത്തിൻ്റെ മുൻപിൽ ഈ പോക്ക് പോയാൽ പറ്റത്തില്ല. എൻ്റെ പ്രാർത്ഥനയെ ശക്തിപ്പെടുത്താൻ എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. എൻ്റെ ആരാധനയെ ശക്തിപ്പെടുത്താൻ എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. എനിക്ക് യുദ്ധം ചെയ്യുവാൻ എൻ്റെ കൈകളെ ഊറ്റി. ഹല്ലേലൂയ. 142-ാം സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു. ആമേൻ. ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. സ്വന്തം 142-ന്റെ 144-ന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അടുത്തത്, അവൻ യുദ്ധത്തിന് എന്റെ കൈകളെ, യുദ്ധത്തിന് അവൻ എന്നോട് ചേർന്ന് വരുമ്പോൾ യുദ്ധത്തിന് എന്റെ കൈകളെ, പോരിന് എന്റെ എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. കണ്ടോ അമ്മേ, യുദ്ധം ചെയ്യാൻ. ഇവിടെ ഫിസിക്കലി അറ്റാക്ക് അല്ല. അമ്മേ സ്വത്രം, ഫിസിക്കലി അറ്റാക്ക് അല്ല. നിന്നെ ആത്മാവിൽ നിനക്ക് യുദ്ധം ചെയ്യാനുള്ള ശക്തിയും അവന്റെ സാന്നിധ്യവും നൽകി നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവം. ആമേൻ. അടുത്ത വാക്ക്, എന്റെ ദയയും എന്റെ കോട്ടയും എന്റെ ഗോപുരവും എന്റെ രക്ഷകനും എന്റെ പരിചയം ഞാൻ ശരണമാക്കിയവനും എന്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ. അവൻ തന്നെ. ഹല്ലേലൂയ. സ്തോത്രം. എത്ര വർഷമായി ഇന്നും യുദ്ധം അഭ്യസിച്ചിട്ടില്ല. ഇന്നും ആത്മാവിൽ പൊരുതാൻ അറിയത്തില്ല. ഇന്നും ഹല്ലേലൂയ ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തീർന്നു. സ്തോത്രം. ഇതല്ല യുദ്ധം. അതുകൊണ്ട് പലതിനെയും പിശാച് കൊണ്ടുപോയി. പല കുടുംബങ്ങളെയും തകർത്ത് കളഞ്ഞു. പല അവകാശങ്ങളെയും വിറ്റു കളഞ്ഞു. കണക്ക് കൊടുക്കണം നീ. സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞുകളിയാന്ന് വിചാരിക്കല്ലേ, കുഞ്ഞുകളിയാന്ന് വിചാരിക്കല്ലേ. സ്തോത്രം. കുഞ്ഞുകളിയാന്ന് വിചാരിക്കല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. സമയം ധാരാളം തന്നു, അവസരങ്ങൾ തന്നു, ഉപവാസങ്ങളും പ്രാർത്ഥനകളും എടുക്കാൻ സമയം തന്നു. കറങ്ങി അടിച്ച് നടക്കല്ലേ. യുദ്ധം ചെയ്തോളാം. ഇനിയുണ്ട്, നിനക്കുമുണ്ട്, എനിക്കുമുണ്ട് തലമുറകൾ. അതിനോട് കൈമാറ്റം ചെയ്യരുത്. ആമേൻ. നഷ്ടപ്പെട്ടു പോകല്ലേ. എത്ര പേർക്ക് മനസ്സിലായി? എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചേ. എത്ര പേര് സമർപ്പിച്ചു കൊടുക്കും? ദൈവമേ, എത്ര പേർക്ക് മനസ്സിലായവർ നിങ്ങളുടെ നന്മകളെയും അവകാശം വെച്ച് തയ്യാറാകുന്ന വചനം വാങ്ങി ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, രാജാവേ, നന്ദി, നന്ദി, നന്ദി. ഓ ജീസസ്. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ജയത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശു നാമത്തിൽ തന്നെ. ആമേൻ. സാക്ഷി പറയാനുള്ള സമയമാണ് ഈ സമയം. സാക്ഷി പറയാനുള്ള സമയം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രാർത്ഥിക്കുക. എല്ലാ കണ്ണുകളെക്കട്ടെ. ഈ സ്തോത്രാഴ്ചയ്ക്കായി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, നൽകപ്പെട്ട ഈ ദശാംശം സ്തോത്രാഴ്ചകൾക്കായി സ്തോത്രം. അങ്ങയുടെ മക്കൾ അവിടെ നന്മയിൽ നിന്ന് ഈ ആലയത്തിനകത്ത് വന്ന് ഇത് അർപ്പിക്കുമ്പോൾ ദൈവത്തിന് ഇത് പ്രസാദമാണ്.
ഇത് അങ്ങയുടെ നാമത്തിനായി ഉപയോഗിക്കുവാൻ, ചെലവിടുവാൻ, ചെലവാക്കുവാൻ ദൈവം സഹായിക്കണമേ. കൊടുത്തവരെയെല്ലാം, കൊടുക്കാഞ്ഞിട്ടില്ലാത്തവരെ, ഉള്ളതിൽ നിന്നിട്ടവരെ എല്ലാം ഒരുപോലെ ദൈവം അനുഗ്രഹിക്കണം. അവർക്കൊന്നിനും ഒരു കുറവ് വരില്ലേ. ദൈവം അനുഗ്രഹിക്കണം. ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടങ്ങളുള്ളവരുണ്ട്, ദൈവമേ വളരെ പ്രയാസത്തിലൂടെ ജീവിക്കുന്നവരുണ്ട്. ദൈവം അവരെ ഓർക്കണമേ, ദൈവം അവരെ സഹായിക്കണം. ഞാൻ പ്രാർത്ഥിക്കും യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുക. അങ്ങളെ ചുരുക്കി പ്രാർത്ഥിക്കുക. ആമേൻ. സ്തോത്രം. നൈനാനങ്ങള് ശാസ്ത്രവാദം പറയും. നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം, സ്തോത്രം. ക്രിസ്തയേശുവിൽ കൂടി ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ നല്ല പിതാവേ, ഈ കർത്തനത്തിൻ്റെ പകൽക്കാലത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, കടന്നു വന്ന സമയം മുതൽ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും മറച്ചു. സ്തുതിപ്പാനും ആരാധിപ്പാനും ഞങ്ങളെ ബലപ്പെടുത്തി. തുടർന്ന് അങ്ങയുടെ അഭിഷിക്തദാസിൽ കൂടി കേൾപ്പിച്ച നല്ല തിരുവചന ഭാഗങ്ങൾക്കായി സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ ശക്തി, പുതിയ ഊർജം പകർന്നു തന്നിരിക്കുകയായി സ്തോത്രം. കേട്ട വചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഈ ഞങ്ങളുടെ ജീവിതം ഒരു പോരാട്ടത്തിൻ്റെ മധ്യത്തിലാണ് കർത്താവെ. അവകാശങ്ങളെ നേടിയെടുക്കുവാൻ അത് കേവലം കർത്താവേ ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ കൊണ്ട് മാത്രം കഴിയില്ല. എന്നാൽ അത് നേടിയെടുക്കേണ്ട പോരാട്ടം കഴിക്കേണ്ടതുണ്ട് എന്ന് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ഗ്രഹിപ്പിച്ചു തന്നതിനായി സ്തോത്രം കർത്താവെ. അതുകൊണ്ട് വരുന്ന ദിനങ്ങളിൽ ഞങ്ങളെ കർത്താവെ അതിനായിട്ട് ഞങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തണം. പോരിനായിട്ട് ഞങ്ങളുടെ കൈകളെയും ഹല്ലേലൂയ യുദ്ധത്തിനായിട്ട് ഞങ്ങളുടെ വിരളെയും അഭ്യസിപ്പിക്കണമെന്നുള്ള ആ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ ഞങ്ങൾക്കും കൃപ നൽകണം കർത്താവെ. ഹല്ലേലൂയ. ശത്രുക്കൾ യഹോവ എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറി മാറുന്നു എന്നാണല്ലോ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കണം. ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് കർത്താവേ ഹല്ലേലൂയ അഭൂതപൂർവമായ ഹല്ലേലൂയ വലിയ വൻ വിജയം ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ, കുടുംബ ജീവിതത്തിലെ, തലമുറയുടെ ജീവിതത്തിൽ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനെ ഇന്ന് വചനം സംസാരിപ്പാനായിട്ട് ശക്തിയോടെ ഉപയോഗിച്ചതിനായിട്ട് സ്തോത്രം. ശാരീരിക ക്ഷീണങ്ങളുണ്ട് എങ്കിലും വചനം ഘോഷിപ്പാൻ തക്കവണ്ണം ആത്മശക്തിയാൽ നിറച്ചതിനായി സ്തോത്രം. ശാരീരിക ക്ഷീണങ്ങളെല്ലാം അകറ്റണം. ഞങ്ങളുടെ ദാസിക്കായിട്ട്, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവമക്കളെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന കർത്താവേ സഭാരാധനയെ അനുഗ്രഹിക്കണം. സന്ധ്യാസം നടക്കുന്ന ഇന്ത്യ വേർഷൻ സഭനെ അനുഗ്രഹിക്കണം. നാളെ മുതൽ നടക്കുന്ന 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അത് ഒരു പോരാട്ടത്തിൻ്റെ പ്രാർത്ഥനയായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഹല്ലേലൂയ. ആത്മാവിൽ പോരാടി പ്രാർത്ഥിപ്പാൻ ദൈവമേ ഹല്ലേലൂയ അങ്ങയുടെ മക്കൾക്ക് കൃപ നൽകണമേ. സഭയോടുള്ള വാഗ്ദത്തങ്ങൾ ഓർക്കണം, വ്യക്തിപരമായിട്ടുള്ള വാഗ്ദത്തങ്ങളെ ഓർക്കണം, മഹത്വം അങ്ങെടുക്കണം. പ്രാർത്ഥന കേട്ടിക്കൊണ്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യ സഹവാസവും കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും കൂടെ, നാം പ്രാർത്ഥിച്ചതായ എല്ലാ വിഷയങ്ങളോടും കൂടെ ഇപ്പോൾ മുതൽ എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. ആമേൻ. എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ്.